സ്തുതി പാടാൻ. അവനല്ലോ ജീവനെ നൽകിയവൻ, പരമപിതാവിനു സ്തുതി പാടാൻ. അവനല്ലോ ജീവനെ നൽകിയവൻ, പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളഖിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാൻ. അവനല്ലോ ജീവനെ നൽകിയവൻ, അമ്മയെപ്പോൾ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ, ആഹാരപാനീയം ഏകിയവൻ, നിത്യമാം ജീവനെ നൽകിയവൻ. പിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, ഇടയനെപ്പോൾ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ, സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ, സ്വന്ത രക്തം നമുക്കേകിയവൻ. പരമപിതാവിൽ സ്തുതി പാടാൻ. അവനല്ലോ ജീവനെ നൽകിയവൻ. നമുക്കൊരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഈ പ്രഭാതം എത്ര മനോഹരം, അവിടുത്തെ സൃഷ്ടികൾ എത്ര മഹനീയം. അങ്ങയുടെ സന്നിധിയിൽ ഒരു നിമിഷം അങ്ങയെ പാടി സ്തുതിപ്പാൻ, അങ്ങയുടെ വഴിത്താരകളെ തിരിച്ചറിയുവാൻ ഒരുക്കിത്തന്ന അസുലമായ നിമിഷത്തിനായി സ്തോത്രം. ദൈവമേ, വെറുതെ കേട്ടിട്ട് പോകുന്നവരായി തീരാതെ ഇന്നത്തെ വചനം എനിക്കായിട്ട് തമ്പുരാൻ തരുന്നു എന്ന വലിയ ഉൾക്കാഴ്ച, ഉൾവിളി, ആന്തരിക ദർശനം ഓരോ മക്കൾക്കും ലഭിക്കാൻ സഹായിക്കണമേ. കേവലം കേട്ടിട്ട് വിലയിരുത്തുവാനല്ല, വിലമതിക്കുവാനാവാത്ത ദൈവത്തിൻ്റെ വചനത്തെ കേട്ട് വിലയുള്ളവരായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. നിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു കർത്താവേ. അവിടുത്തെ അഭിഷിക്തനിലൂടെ നിന്റെ മക്കൾക്ക് ആവശ്യമായ അന്നം അവിടുന്ന് സമ്മാനിക്കുവാൻ സഹായിക്കണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. അവിടുത്തെ സ്പർശനത്തിൽ ഞങ്ങൾ ചേർന്നിരിപ്പാൻ സഹായിക്കണമേ. അവിടുത്തെ ശബ്ദം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. ദൈവമേ, ദൈവമേ, വിവിധ ഭാരങ്ങളും ശാരീരിക ക്ലേശങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞങ്ങൾക്കുണ്ട്. അവയെല്ലാം ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വഹിക്കുവാൻ, നിന്നെ അറിയുവാൻ, നിന്നെ മനസ്സിലാക്കുവാൻ, നിന്റെ വഴിത്താരയിൽ നടക്കുവാൻ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. ഞങ്ങളുടെ മനസ്സ് വിഷമിക്കുമ്പോൾ, ശരീരം രോഗത്താൽ ആതുരപ്പെടുമ്പോൾ ഞങ്ങൾ വിലപിക്കുന്നവരായി തീരരുതേ. എല്ലാം സഹിക്കുവാനും എല്ലാം ക്ഷമിക്കുവാനും എല്ലാം വഹിക്കുവാനും ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, നിന്നെ തിരസ്കരിക്കുവാൻ ഞങ്ങൾക്കിടയാകരുതേ. നിന്റെ മാറോട് ചേർന്ന് ആ സാന്നിധ്യത്തിൻ്റെ മാധുര്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുനാമ മഹത്വത്തിനായി ജീവിതമാകണമേ. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും 12 അപ്പോസ്തലന്മാരുടെയും ഞങ്ങളുടെ കാവൽ പിതാക്കന്മാരാകുന്ന മാർ തോമാസ്ലിഹായുടെയും ഗീവർഗീസ് സഹോദരന്മാരുടെയും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെയും
മോർ ദിവനാസിയോസിൻ്റെയും മോർ ബസേലിയോസിൻ്റെയും ഞങ്ങളുടെ കാവൽ പിതാവായ ഗീവർഗീസ് സഹതായുടെയും നിത്യമായ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. വന്ദനായ അച്ഛൻ ആമുഖ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ അല്പസമയം ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നിർമ്മല മനസ്സോട് നിഷ്കളങ്കതയോട് കേൾക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുവാൻ സഹായിക്കണമേ എന്നാദ്യം ഏവരും പ്രാർത്ഥിക്കുക. ലാബാന്റെ ഭവനത്തിൽ നിന്നും ഒരരണ്ട വെളിച്ചത്തിൽ സ്വസഹോദരനായ ഏശാവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന യാക്കോബ് തൻ്റെ സഹോദരൻ തന്നെ എങ്ങനെ സ്വീകരിക്കുമെന്നറിയില്ല. കുശാഗ്ര ബുദ്ധിയുടെ ഉടമയായിരിക്കുന്ന യാക്കോബ് ദൈവം 14 വർഷമായി തനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ 3 ഭാഗങ്ങളായി വേർതിരിച്ച് അതിൻ്റെ ആദ്യ ഭാഗം തൻ്റെ പ്രിയപ്പെട്ട സഹോദരന്, അവസാന ഭാഗം കിട്ടുന്നെങ്കിൽ തനിക്കും എന്നുള്ള ചിന്തയോട് യാബോക്ക് കടവിൻ്റെ തീരത്ത് കഴിയുമ്പോൾ തൻ്റെ സഹോദരൻ തന്നെ സ്നേഹത്തോട് സ്വീകരിച്ചുവെന്നും ആ സഹോദരനായി താൻ നൽകിയ കാഴ്ചകളൊക്കെ അവൻ ആവശ്യമില്ലെന്നും തന്നെ തൻ്റെ സ്വന്തം സഹോദരനെ പോലെ സ്വീകരിക്കുന്നു എന്നും തിരിച്ചറിഞ്ഞപ്പോൾ യാക്കോബ് കൂടിയിരുന്നവരോട് പറഞ്ഞൊരു വാക്യമുണ്ട്: നിങ്ങൾ നിങ്ങളുടെ കോപ്പുകളെ ശുദ്ധീകരിക്കുക, നിങ്ങളുടെ വസ്ത്രം മാറുക. നമുക്ക് ആത്മതപനത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ദിവസം എന്നാണ്. നിങ്ങളുടെ കോപ്പുകളെ ശുദ്ധീകരിക്കുക, നിങ്ങളുടെ വസ്ത്രങ്ങളെ മാറുക. ഇന്ന് ആത്മതപനത്തിൻ്റെ അനുഗ്രഹീതമായ ദിവസമാണ്. എൻ്റെ ഹൃദയത്തെ വല്ലാതെ വായനകളിലൂടെ മതിച്ച ഒരു വേദവായനാ ഭാഗമാണ്. 2, 3, 4, 5 അധ്യായം വളരെ ആർത്തിയോട് ദിവസം തോറും വായിക്കുന്ന ഒരു വൈദികനാണ് ഞാൻ. ഈ കഴിഞ്ഞ ദിവസം അനേകം പ്രാവശ്യങ്ങളുടെ വായനയുടെ വീണ്ടുമുള്ള ആവർത്തന വായനയിൽ ഹൃദയത്തെ വല്ലാതെ മതിച്ച ഒരു വാക്യമാണ്. പറയട്ടെ, ഈ ശബ്ദം നിങ്ങൾക്ക് അർത്ഥവത്താകണമെങ്കിൽ, ഈ ശബ്ദം നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ പടവുകളെ ആത്മീയമായി ഉയർത്തേണ്ടതാകുന്നുവെങ്കിൽ, അതാകുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കോപ്പുകളെ ശുദ്ധീകരിച്ച്, നിങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിച്ച്, നിങ്ങളുടെ വസ്ത്രം മാറി ഇത് ആത്മതപനത്തിൻ്റെ അനുനിമിഷമെന്ന വലിയ ചിന്ത മനസ്സിൽ ഭരിക്കുന്നെങ്കിൽ ഈ ധ്യാനം അർത്ഥവത്തായി തീരും. വേദപുസ്തകത്തിലെ ഒരു കൊച്ചുവാക്യം, ഹൃദയത്തെ വല്ലാതെ മതിച്ച ഒരു വാക്യം. ജീവിതത്തിൽ സങ്കടങ്ങളും ഭാരങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും വ്യാധികളും ആദികളും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഒന്നിനു പുറകെ മറ്റൊന്നായി ആഞ്ഞടിക്കുമ്പോൾ മനുഷ്യൻ മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കേവലം ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ ഈ ധ്യാനം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ഈ ദൃശ്യമായ ജീവിത ശൈലികളിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ അവൻ വല്ലാതെ കരയും, ചിലർ പ്രാർത്ഥിക്കും, ചിലർ ഇപ്രകാരമുള്ള കേദാരങ്ങളിൽ അഭയപ്പെട്ട് സങ്കടം പറയും. പക്ഷേ അടിസ്ഥാനപരമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതെ അത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ചെയ്ത്തലിൻ്റെ അർത്ഥശൂന്യത എത്ര ശക്തമാകുന്നു എന്ന് തിരിച്ചറിയുക. ജനം പ്രവാസത്തിലേക്ക് പോകാൻ പോകുകയാണ്. 2ാം പ്രവാസം. 1-ാമത്തെ പ്രവാസം BC 8-ാം നൂറ്റാണ്ടിലാണ്. 2ാമത്തെ പ്രവാസം BC 6-ാം നൂറ്റാണ്ടിൽ, 2 ശതാബ്ദങ്ങൾ, 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം 6-ാം നൂറ്റാണ്ട്. BC താഴോട്ടാണ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. 6-ാം നൂറ്റാണ്ടിൽ കൃത്യമായി പ്രവാചകനറിയാം പ്രവാസം വരാൻ പോകുന്നു. ജനം പിടിക്കപ്പെടും, ആരാധന നഷ്ടപ്പെടും, ദേവാലയം നശിക്കപ്പെടും, ഭാര്യാഭർത്തൃ ബന്ധമില്ലാതെയാകും, കുടുംബം നശിക്കും,
കുഞ്ഞുങ്ങൾ അടിമകളായി പോകപ്പെടും. എന്റെ സ്വന്തമെന്ന് പറയുന്നതെല്ലാം ഇല്ലാതെ വരും. അയ്യം വിളിക്കുന്ന ഒരു കാലഘട്ടം വരും. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടം വരും. ഇപ്രകാരമുള്ള ഒരു കാലഘട്ടത്തിന്റെ നാന്ദികളും സൂചനകളും പ്രവാചകന്റെ ഹൃദയത്തിൽ ആഞ്ഞടിച്ചപ്പോൾ പ്രവാചകൻ ജനത്തെ ഉത്ബോധിപ്പിച്ച 3 വാക്കുകളുണ്ട്. ഒരു പ്രവാസത്തിലേക്ക് പോകുവാനായിട്ട് പോകുകയാണ്. ആ പ്രവാസം അവർക്ക് അനിവാര്യമാണ്, ഇസ്രായേൽ ജനത്തിന്. കാരണം ദൈവത്തെ അറിയാതെ, പരസ്പര സ്നേഹമില്ലാതെ, പരസ്പര വിശ്വാസമില്ലാതെ, ജീവിതത്തിൽ വിശുദ്ധി കാത്തു സംരക്ഷിക്കാതെ, തോന്നിവാസത്തിലും തന്നിഷ്ടത്തിലും തന്റെ ജീവിതത്തെ വ്യർത്ഥമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിന്റെ അർത്ഥശൂന്യതയെ വ്യക്തമായി പരിശുദ്ധാത്മ ശക്തിയാൽ ഹൃദയത്തിൽ പേറിയ പ്രവാചകൻ അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. അത് 3 വാക്കുകളാണ്. ആ 3 വാക്കുകളാണ് ഇന്നത്തെ ചിന്താ വിഷയം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 21-ാം വാക്യം. പ്രവാചക പുസ്തകം യിരെമ്യാ അധ്യായം 31 വാക്യം 21. ദയവായി വേദപുസ്തകം തുറന്നിരിക്കുന്നവർ എല്ലാവരും അടച്ചു വെക്കണം. കാരണം നിങ്ങളുടെ ഹൃദയത്തിലെ വേദപുസ്തകം തുറക്കണം. ഇപ്പോൾ നിങ്ങളൊരു വേദപുസ്തകം തുറന്നാൽ നിങ്ങളുടെ ദൃശ്യനയനങ്ങളിലൂടെ മാത്രം അത് പോകും. നിങ്ങളുടെ ആത്മാവ് അത് ത്രസിക്കുകയില്ല. ഈ വാക്കുകൾ, ഈ ശബ്ദം നിങ്ങളുടെ ആത്മാവിനെ ത്രസിപ്പിക്കും. അതുകൊണ്ട് ഈ വാക്കുകൾ മാത്രം ഹൃദയത്തിൽ എഴുതിയിടുക. എഴുത്തുകാരും ഹൃദയത്തിൽ എഴുതിയിടുക. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 21-ാം വാക്യം. പ്രവചന പുസ്തകം യിരെമ്യാവ് അധ്യായം 31 വാക്യം ഇതാണ്: നിനക്ക് അടയാളങ്ങളെ വെക്കുക, കൈച്ചൂണ്ടികളെ നാട്ടുക, നീ പോയ പെരുവഴി മനസ്സിൽ കുറിച്ചിടുക. ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക, നിന്റെ പട്ടണത്തിലേക്ക് തന്നെ മടങ്ങി വരിക. 1-ാമത്തെ വാക്യം: നിനക്കടയാളങ്ങളെ വെക്കുക, അഥവാ കൈച്ചൂണ്ടികളെ സ്ഥാപിക്കുക. 2, നീ പോയ പെരുവഴി മനസ്സിൽ കുറിച്ചിടുക. 3, നീ മടങ്ങി വരിക പട്ടണത്തിലേക്ക്, സ്വന്തം പട്ടണത്തിലേക്ക് മടങ്ങി വരിക. 2 കാര്യങ്ങൾ ഹൃദയത്തിൽ ഓർത്തിരിക്കണം. 1, ഇസ്രായേൽ മക്കൾ ദൈവമില്ലാതെ ജീവിച്ച ഒരു കാലഘട്ടം. ആരാധന വെറും വാക്കുകളിലൂടെയും ശബ്ദകോലാലങ്ങളുടെയും മാത്രമാകുന്ന കാലഘട്ടം. ഈ കാലഘട്ടം അങ്ങനെയാണോ അല്ലയോ നിങ്ങൾ തിരിച്ചറിയണം. അവനോൻ ചിന്തിക്കണം. ഞാൻ ഈ പറയുന്നതൊക്കെ അവനോൻ ചിന്തിക്കണം. വെറും ശബ്ദങ്ങൾ മാത്രം ആരാധന ഒതുങ്ങുകയാണ്. വെറും വാക്കുകളുടെയും ചുണ്ടുകളിലൂടെയും മാത്രം ആരാധന പോകുന്ന ഒരു കാലഘട്ടം. ദൈവത്തെ തിരിച്ചറിയാതെ സ്വാർത്ഥതയിൽ ജീവിക്കുന്ന ഒരു സമൂഹം, അശുദ്ധി സ്വന്തം നെറുകയിൽ സൂക്ഷിക്കുന്ന ഒരു സമൂഹം. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ മിഥ്യാമൂർത്തികളെയും പ്രകൃതി ശക്തികളെയും ആരാധിക്കുന്ന ഒരു സമൂഹം. അവന് മുഹൂർത്തവും ആഭിചാര്യവും ക്ഷുദ്രം നോക്കുന്നതും അഞ്ജനക്കാരന്റെ അടുക്കൽ പോകുന്നതും സമയം നോക്കി കാര്യം ചെയ്യുന്നതും അവന് പ്രിയമായിരുന്നു അന്ന്. ഇന്ന് നിനക്കൊക്കെ അത് തന്നെയാണ്. നിനക്കൊക്കെ, കൊളോക്കിൽ വാക്കല്ല, ക്ഷമിക്കണം, അന്തർഗതങ്ങളിലെ ദുഃഖം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അങ്ങനെ ഒരു കാലഘട്ടം. യിരെമ്യാ പ്രവാചന പുസ്തകം 5-ാം അധ്യായം മുതൽ പരിശോധിച്ചാൽ അരക്ഷിതമായ ഒരു ജനത്തെ കാണും. പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. ദേവാലയമുണ്ടോ? ഉണ്ട്. യാഗമുണ്ടോ? ഉണ്ട്. പുരോഹിതനുണ്ടോ? ഉണ്ട്. ന്യായപ്രമാണമുണ്ടോ? ഉണ്ട്. ധ്യാനമുണ്ടോ? ഉണ്ട്. പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. എല്ലാം ഉണ്ട്. പക്ഷെ ജീവിതത്തിന്റെ അന്തർഗതങ്ങളിലേക്ക് ഇവയൊന്നും ചെന്നെത്താത്ത ഒരു കാലഘട്ടം. അത് ഇസ്രായേൽ മക്കളുടെ കാലഘട്ടമാണ്. എന്നെ കേൾക്കുന്ന ഭക്തജനമേ, ഈ കാലഘട്ടം അതല്ലേ? ഇതാ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രവാസം വരുന്നു, ശക്തമായ പ്രവാസം. വെറുതെ ദൈവത്തെ കളിയാക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്ന് പ്രവാചകൻ ചോദിച്ചു. ദുഃഖം പേറി പ്രവാചകൻ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു പറഞ്ഞു,
ഈ ജനം 2 പാപം ചെയ്തു. യിരെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം തിരുവചനം നാം നോക്കുമ്പോൾ, ഇനി യിരെമ്യാവ് ആരാന്നറിയാവല്ലോ? അമ്മയുടെ ഗർഭത്തിനകത്തിൽ ഒരു മാംസകഷ്ണമായിരിക്കുമ്പോൾ ദൈവം യിരെമ്യാവിനെ വിളിച്ചു. അമ്മയുടെ ഗർഭത്തിനകത്തിൽ ഒരു വെറും മാംസം, എല്ലും പല്ലും തിരിയാത്ത, കണ്ണും കാലും മാറാത്ത, തൊലിയും മജ്ഞയും വേർതിരിയാത്ത വെറും ഒരു രക്തം പൂരിതമായ ഒരു മാംസകഷ്ണം. അങ്ങനെ ഒരു മാംസകഷ്ണം അമ്മയുടെ ഗർഭപാത്രത്തിൽ കടക്കുമ്പോൾ ദൈവം അവനെ നോക്കി. ഇന്നത്തെ പെന്തുക്കോസുകാരൻ ഈ വാക്യം അറിയത്തില്ല. അവൻ പറയുന്ന പ്രായപൂർത്തി ആയിട്ടേ ദൈവം നോക്കത്തുള്ളെന്ന്, തിരിച്ചറിഞ്ഞിട്ടേ ദൈവം നോക്കത്തുള്ളെന്ന്. അങ്ങനെയൊന്നുമല്ല ദൈവം നോക്കുന്നത്, അങ്ങനെയല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർക്കുക, ദൈവം അവനെ കണ്ടു. I consecrated to you. You are the prophets of the Gentile. I elect and select you. I appointed you. You are the prophets. അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന മാംസകഷ്ണത്തെ ദൈവം പട്ടം കൊടുത്തു. I consecrated to you. You become the Gentile, the prophecy or the prophets of the Gentile. ഒരു പ്രവാചകനായി അവനെ പട്ടം കൊടുത്തു. വെറും മാംസകഷ്ണത്തെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തു. ആ യിരെമ്യാവ് പ്രവചിക്കുന്നത് ബെന്യാമീൻ ഗോത്രത്തിൽ പെട്ടവർക്ക് വേണ്ടിയാണ്. ബെന്യാമീൻ ഗോത്രം ആരാണ് നിങ്ങൾക്കറിയാം? യാക്കോബിന്റെയും റാഹേലിന്റെയും ഇളയ മകനായ ബെന്യാമീൻ. ആ ബെന്യാമീന് ഇസ്രായേൽ ഗോത്രങ്ങൾ കനാൻ ദേശം ഭാഗിച്ചു കൊടുത്തപ്പോൾ ലഭിച്ച അതിമനോഹരമായ സ്ഥലത്താണ്, ആ സ്ഥലത്തിനാണ് ബെന്യാമീൻ ദേശം എന്ന് പറയുന്നത്. ആ ദേശത്തിനെതിരെയാണ് പ്രവാചകന്റെ പ്രവചനം. എതിരെ പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. ഇപ്പൊ രാജൻ വർഗീസ് അച്ഛൻ പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും എതിരെ പ്രസംഗിച്ചാൽ ആ പള്ളിക്കാർ തീരുമാനിക്കും, മേലാൽ ആ മനുഷ്യനെ പ്രസംഗിക്കാൻ വിളിച്ചേക്കരുത്. കാരണം ഇത് കേൾക്കാനാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങൾ പൊട്ടച്ചെല്ലും കളിവാക്കും ഇല്ലാത്തതും ഒക്കെ കേൾക്കാനാണ് നിങ്ങളെ വിളിക്കുന്നത്. അറിയാമോ? ഈ നാട്ടിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനാണ് വിളിക്കുന്നത്. കർത്താവ് പറഞ്ഞത് എന്താ? അവന്റെ ചുറ്റിലുമുള്ള കാര്യം പറഞ്ഞു, നദിയെക്കുറിച്ച് പറഞ്ഞു, മരത്തെക്കുറിച്ച് പറഞ്ഞു, തോണിയെക്കുറിച്ച് പറഞ്ഞു, വലയെക്കുറിച്ച് പറഞ്ഞു, വെറും ഒരു ഭരണിയെക്കുറിച്ച് പറഞ്ഞു. അല്ലേ? കർത്താവിന് ചുറ്റുമുള്ളത് അവൻ പറഞ്ഞു. പക്ഷെ ഇന്ന് നമുക്കോ? ഇന്ന് പ്രസംഗപീഠത്തിൽ പൊട്ടിച്ചിരിയാണ്. പൊട്ടിച്ചിരിപ്പിക്കണം എല്ലാരെയും. കുത്തുകൊള്ളുന്ന ദൈവവചനം, അതാണ് ദൈവവചനം. ജനം അതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ബെന്യാമീൻ ഗോത്രം പ്രവാസത്തിലേക്ക് പോകുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ അതേ ഈ പ്രവാചകൻ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ഡെഫിനിറ്റ്ലി ഐ സേ ടു യു, you will pass the exile. നീ നിശ്ചയമായും ഒരു എക്സൈലൂടെ കടന്നു പോകും, ഒരു പ്രവാസത്തിലൂടെ കടന്നു പോകും. അന്ന് നീ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ചെയ്യണം. നിന്നെ രാജാക്കന്മാർ പിടിച്ച് ബന്ധിച്ച് അന്യരാജ്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നീ പോകുന്ന വഴിയിൽ അടയാളങ്ങൾ വെച്ച് 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 പോണം. 1. 2, നീ പോകുന്ന വഴി ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളണം, എങ്ങനെയൊക്കെ ഉണ്ട്, മറന്നു പോകരുത്. 3, നിനക്ക് വരുന്ന കാലഘട്ടത്തിൽ നീ മടങ്ങി വരണം. കം ബാക്ക് ടു യുവർ നേറ്റീവ് ലാൻഡ്. നിന്റെ സ്വന്തം പട്ടണത്തിലേക്ക് നീ മടങ്ങി വരണം. ഇതാണ് പ്രവാചകന്റെ സന്ദേശം. ഈ 3 വാക്കുകൾ പറഞ്ഞ് വചനം ഉപസംഹരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നല്ല ഭംഗിയായി ഏവരും പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരിലും വ്യാപരിക്കുവാൻ. ചുമ്മാതെ കേട്ടിട്ട് പോകാതെ, എനിക്ക് വേണ്ടിയുള്ള ഈ വചനം, എൻ്റെ കർത്താവ് എനിക്ക് നൽകിയ വചനം അർത്ഥശൂന്യമായിട്ടല്ല. അത് ആരുടെയും സർട്ടിഫിക്കറ്റ് മേടിക്കാൻ, ഇന്ന് മനുഷ്യനെല്ലാം ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് മേടിക്കാനല്ലേ. ഞങ്ങളൊക്കെ പള്ളിയിലൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ ആദ്യം ഞങ്ങളുടെ ശ്രദ്ധ ഫലകം വെക്കണമെന്നുള്ള, ഫലകത്തിൽ പേരും വെക്കണം, ഇല്ലേ? അതൊന്നും വേണ്ട. അതൊക്കെ ഈ ലോകത്തിൽ നിന്നും നശിച്ചു പോകുന്നതാ. നേരെ മറിച്ച് നിത്യതയിലേക്കുള്ള അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ വിശേഷങ്ങളിലേക്ക്
ഏവരും ഉയർന്നു വരുവാൻ ഹൃദയപൂർവം പ്രാർത്ഥിക്കുക എന്നാദ്യമായി സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്. ഒന്ന്, സെറ്റ് അപ്പ് ദി സൈൻ ആൻഡ് മാർക്ക് ദി റോഡ്സ്. നീ അടയാളങ്ങളെ വെച്ചിട്ട് റോഡിൽ, വഴിയിൽ അടയാളങ്ങളെ നീ വെക്കണം. എന്തിനാ? നീ മടങ്ങി വരുമ്പോൾ വേറെ വഴി പോകരുത്. നീ ചെന്ന് ചേരേണ്ടത് എവിടെയാ? നീ ചെന്ന് ചേരേണ്ടത്? സ്വർഗീയ യെരൂശലേമില. ഈ യെരൂശലേം പട്ടണത്തിലേക്ക് നീ മടങ്ങി വരണമെങ്കിൽ നിന്നെ പിടിച്ചു കൊണ്ടുപോകുന്നവർ പാതിരാത്രിക്ക് കൊണ്ടുപോകുന്നത് അടയാളങ്ങളെ വെച്ച് നീ പോകണം. ഒരു കാലത്ത് ദൈവം നിന്റെ മേൽ കനിയും. അന്ന് നീ മടങ്ങി വരുമ്പോൾ ഈ അടയാളങ്ങളെ കണ്ട് നിനക്ക് മടങ്ങി വരുവാൻ സാധിക്കും. വേദപുസ്തകത്തിൽ ഒത്തിരി അടയാളങ്ങളുണ്ട്, നിരവധി അടയാളങ്ങളുണ്ട്. ഈ അടയാളം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു വ്യവസ്ഥിതിയുടെ മധ്യവർത്തിയാണ്. ഒരടയാളത്തെ സ്ഥാപിക്കുകയാണ്. വേദപുസ്തകത്തിലെ ആദ്യത്തെ അടയാളം എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരികയാണ്. ഉൽപ്പത്തി 1:14. വേദപുസ്തകത്തിലെ ആദ്യത്തെ അടയാളം. ഈ അടയാളം ഇതാണ്: രാവും പകലും തമ്മിൽ വേർതിരിക്കുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങളെ ദൈവം സൃഷ്ടിച്ചു. അവ കാലങ്ങൾക്കും ദിവസങ്ങൾക്കും വർഷങ്ങൾക്കും അടയാളമായി ദൈവം നിയോഗിച്ചു. ദൈവം നിയോഗിച്ചത് എന്താണ്? ഒരു സൂര്യനെയും ഒരു ചന്ദ്രനെയും നിയോഗിച്ചു. വെളിച്ചങ്ങൾ എന്നതിന് പേരിട്ടു. അത് കാലങ്ങൾക്കും ദിവസങ്ങൾക്കും വർഷങ്ങൾക്കും അടയാളമായി തമ്പുരാൻ അത് സ്ഥാപിച്ചു. ഓർക്കണം, ഒന്നുകൂടെ പറയട്ടെ. സൃഷ്ടാവായ ദൈവം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത് കൊണ്ട് കാലങ്ങളുണ്ടായി, വർഷങ്ങളുണ്ടായി, സമയങ്ങളുണ്ടായി. ഇല്ലേ? ഇത് അടയാളമാണ്. എന്തിന്റെ അടയാളം? ഇത് ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നുള്ള വ്യക്തമാക്കുന്ന ഒരടയാളം. ചന്ദ്രനെയും സൂര്യനെയും അതുള്ളത് കൊണ്ടുള്ള കാലഗതികളും ഒരടയാളമായി മാറുകയാണ്. ദൈവ സൃഷ്ടിയുടെ കാര്യസ്ഥനായി, അവകാശിയായി മനുഷ്യനെ ദൈവം നിയോഗിക്കുന്നതിന് മുമ്പ് ഇവയെല്ലാം സൃഷ്ടിച്ച് ദൈവം മനുഷ്യന് നൽകി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ അടയാളങ്ങളെ നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയാ, ഇല്ലേ? അല്ലേ? ഈ അടയാളങ്ങളെ നമുക്ക് പേടിയാ. ഈ അടയാളങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ രാഹുകാലവും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ വരുന്നത്. രാവിലെ 9 മണിയൊക്കെ ഉണ്ടായത് ഇല്ലേ? ഇത്രയൊക്കെ കേട്ടാലും ഒരു നാണവുമില്ലാതെ ഇപ്പോഴും പെങ്കൊച്ചിനെ പ്രാർത്ഥിച്ചിറക്കുമ്പം അപ്പൻ വിളിച്ചു പറയാ, അച്ചോ 9 മണി കഴിഞ്ഞിട്ടേ വരാവുള്ളൂ. 9 മണി വരെ എന്താ? രാഹുകാലമാ. എടാ മൂഢ, നീ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ മിന്നുവെക്കുന്ന സമയമാ നോക്കേണ്ടത്. കൊച്ചു പ്രാർത്ഥിച്ചിറങ്ങുന്ന സമയമല്ല നോക്കേണ്ടത്. അല്ലേ? നീ നോക്കേണ്ട സമയം ഏതാ? നീ നോക്കേണ്ട സമയം കുഞ്ഞ് പ്രാർത്ഥിച്ചിറങ്ങുന്ന സമയമല്ല. ആ കുഞ്ഞിന്റെ കഴുത്തിൽ മിന്നുവെക്കുന്ന സമയമാണ്. ഒരിക്കലൊരു അപ്പൻ എന്നോട് പറഞ്ഞു, അച്ചോ കൊച്ചിന്റെ കല്യാണമാണ്, ഞാൻ തന്നെയാണ് ആശീർവദിക്കുന്നത്. ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ ഒരാളെ പോയി നോക്കിച്ചപ്പം പറഞ്ഞു 12-നും 12:05 ഇടയ്ക്ക് മിന്നുവെക്കണം. കറക്റ്റ് ടൈം. ആ മനുഷ്യൻ, ഞാൻ ആ പള്ളിയിൽ ഇരുന്നിട്ട് ആ മനുഷ്യൻ ആകെ വന്നത് ഈ ചെറുക്കന്റെ കല്യാണത്തിനാണ് പള്ളിയിൽ. അമ്മയും വന്നത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞാട്ടെ, അങ്ങനെ ചെയ്യാം. മണവാളിനും മണവാട്ടിയും പള്ളിയിൽ വന്നത് 11:45. ശുശ്രൂഷ തുടങ്ങിയത് 11:55. പിന്നെ ഈ 15 മിനിറ്റ് കൊണ്ട് മിന്നു വെക്കാൻ നോക്കുമോ? 12:05 അപ്പന് വലിയ ബുദ്ധിമുട്ട്. അപ്പൻ പറയുന്നു ശൂഷു വിളിക്കാൻ തുടങ്ങി. എന്തു ശൂഷു വിളിച്ചിട്ട് കാര്യം എന്നാ? നോക്കിയ സമയത്ത് കാര്യം ചെയ്തില്ല. ഇപ്പോഴും ആ മണവാളനും മണവാട്ടിയും സന്തോഷത്തോടെ വിദേശത്ത് മക്കളോടൊപ്പം സഹവസിച്ച് കഴിയുന്നു. പുതുപ്പള്ളിയിലൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാ. എന്താണെന്നറിയാമോ? തമ്പുരാൻ തൊലിപ്പുറത്ത് പോലും ഇല്ലാത്തത് കൊണ്ടാണ്. തമ്പുരാന്റെ സാന്നിധ്യം നീ തിരിച്ചറിയാത്തത് കൊണ്ടാണ്.
വേദപുസ്തകത്തിൽ ഒരു വാക്യം ഞാൻ നിങ്ങളോട് പറയാം, അത് ഹൃദയത്തിലൊന്ന് കുറിച്ചിടണം. അടയാളങ്ങളെ ഭയപ്പെടരുത് എന്ന് പറയുന്ന വാക്യമാണ്. അടയാളം നിനക്കൊരു വെറും അടയാളം മാത്രമാണ്. അടയാളം നിന്നെ കൊല്ലൂല, അടയാളം നിന്റെ ഭാവിയെ നശിപ്പിക്കത്തില്ല, നിന്റെ തലമുറയെ ഇല്ലാതാക്കുകയില്ല, നിന്റെ ഭാവി ജീവിതത്തെ നിർമൂലമാക്കുകയില്ല. അടയാളങ്ങൾ വേദപുസ്തകം നിന്നെ പഠിപ്പിക്കുന്നു. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 9-ാം തിരുവചനം. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 9-ാം തിരുവചനം. മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവൻ, പ്രശ്നം വെപ്പിച്ചു നോക്കുന്നവൻ, മുഹൂർത്തം നോക്കുന്നവൻ, ആഭിചാരകർമ്മം നടത്തുന്നവൻ. ഞാനെല്ലാം വെർബൽ ഫോമിലാണ് പറയുന്നത്. ഇതെല്ലാം ആഭിചാരം, മുഹൂർത്തം നോക്കുക, മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. ഞാനൊരു വെർബൽ ഫോമിലാണ് പറയുന്നത്, ശ്രദ്ധിച്ചേക്കുക. മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവൻ, പ്രശ്നം വെപ്പിച്ചു നോക്കുന്നവൻ, മുഹൂർത്തം നോക്കുന്നവൻ, ആഭിചാര കർമ്മം നടത്തുന്നവൻ, ശുദ്രപ്രയോഗം നടത്തുന്നവൻ, മന്ത്രവാദിയുടെ അടുക്കൽ പോകുന്നവൻ, ജ്യോതിഷക്കാരൻ്റെ അടുത്ത് പോകുന്നവൻ, വെളിച്ചപ്പാടന്റെ അടുക്കൽ ചെല്ലുന്നവൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്ന് വെച്ചാൽ മഷിയിട്ട് നോക്കുന്നവൻ. ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ അടുക്കൽ പേർ പറയുക പോലും അരുത്. ഇങ്ങനെയുള്ളത് നിങ്ങളുടെ ഇടയിൽ പേർ പറയുക പോലും അരുത്. അങ്ങനെയുള്ളവനെ ജനത്തിന്റെ ഇടയിൽ നിന്നും ഛേദിച്ചു കളയണം. അവൻ യഹോവയ്ക്ക് അറുപ്പാകുന്നു, അവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. അങ്ങനെയുള്ളവനെ ജനത്തിന്റെ ഇടയിൽ നിന്നും ഛേദിച്ചു കളയണം. നീ യഥാർത്ഥത്തിൽ ഈ ചൊവ്വാഴ്ച പേടിക്കുന്ന എന്താണെന്നറിയാമോ? വെള്ളിയാഴ്ച പേടിക്കുന്ന എന്താ അറിയോ? നിനക്ക് തമ്പുരാനെ പേടിയില്ല, നിനക്ക് തമ്പുരാനെ പേടിയില്ല. അതുകൊണ്ടാണ് നീ ഇതിനെല്ലാം ഭയപ്പെടുന്നത്. ആ ഭാഗം താഴേക്ക് വായിച്ചു വരാമെങ്കിൽ കാണാം, ഇങ്ങനെയുള്ളവന്റെ വീട്, ഇങ്ങനെയുള്ളവന്റെ ഭവനം ഞാൻ കുപ്പക്കുന്നാക്കി കളയും, കുപ്പക്കുന്നാക്കി കളയും. ശാപത്തിന് കർത്താവായിരിക്കുന്ന കർത്താവിനെ അടയാളമാക്കി വച്ചിരിക്കുന്ന ഞാനും നിങ്ങളും, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് ഭയപ്പെടുകയാണ് ഇല്ലേ? വീട് കൂദാശയ്ക്ക് ഞാനത് ഒരു കാര്യം സന്തോഷത്തോടെ ഓർപ്പിക്കുകയാണ്. ഞാൻ 3 വർഷക്കാലം നമ്മുടെ ഈ പള്ളിയുടെ നേരെ കിഴക്കുവശത്തുള്ള നിലയ്ക്കൽ ഓർത്തഡോക്സ് ദേവാലയത്തിൽ ശുശ്രൂഷ അനുസരിച്ച അച്ഛനാണ്. വളരെ സ്തുത്യർഹമായി വളരെ സന്തോഷത്തോടെ അവിടെ 3 വർഷം. ഇപ്പോഴും പലരും ചോദിക്കും, അച്ഛൻ ഇപ്പോഴും നിലയ്ക്കപ്പള്ളിയിലാണോ എന്ന് ചോദിക്കും. അറിയാവുന്നവർ, 2 പള്ളി മാറിപ്പോയെന്ന് അറിയത്തില്ല. എനിക്ക് ആ പള്ളിക്കാരെ കുറിച്ച് പറയാനുള്ളത്, ഒരു വീട് കൂദാശ ചെയ്യണമെങ്കിൽ അച്ഛൻ്റെ കൗണ്ടറിൽ വരും, അച്ഛാ ഞങ്ങൾക്ക് വീട് കൂദാശ ചെയ്യണം. എന്നാ കൂദാശ ചെയ്യേണ്ടത്? അച്ഛനോട് ചോദിക്കും. അച്ഛ കല്ലിടണം, എന്നാ കല്ലിടേണ്ടത്? പക്ഷെ മറ്റു പള്ളിക്കാര്, ഞാനിരുന്ന മറ്റു ദേവാലയക്കാർ അച്ഛനോട് പറയും, അച്ഛോ വീട് കൂദാശ ഇപ്പോൾ, കല്ലിടേണ്ടത് ഇപ്പോൾ. ഇതെന്താണെന്നറിയാമോ? ദൈവത്തോടുള്ള ഒരു മനുഷ്യന്റെ പ്രതിബദ്ധതയുടെ ശക്തിയാണ് കാണുന്നത്. അതുകൊണ്ട് ഓർക്കുക, ഈ പറയുന്ന പ്രത്യേകതകൾ ഇത് അടയാളമായി സമർപ്പിച്ചിരിക്കുകയാണ്, നിനക്കൊരടയാളമായി സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ അടയാളത്തെ നീ ഭയപ്പെടുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്, നീ ഭയപ്പെടേണ്ടവനെ ഭയപ്പെടുന്നില്ല. പ്രവചന പുസ്തകത്തിൽ പറയുന്നു, സെറ്റ് ദി സൈൻ ഓൺ ദി വേ, ഓൺ ദി റോഡ്. നീ അടയാളങ്ങളെ വെക്കണം. അടയാളം വേദപുസ്തകത്തിൽ ഒത്തിരി അടയാളമുണ്ട്. യാഗപീഠം ഒരു അടയാളമാണ്. നാം കണ്ടു, മഴവില്ല് ഒരു അടയാളമാണ്. ഇനി ഞാൻ മഴ പെയ്ക്കത്തില്ല എന്ന് പറയുന്ന മഴവില്ല് ഒരടയാളമാണ്. യാഗപീഠം ഒരടയാളമാണ്. വേദപുസ്തകത്തിൽ അബ്രഹാം കുഴിച്ച കിണറുകൾ ഒരടയാളമാണ്. മക്ബേല ഗുഹയിലുള്ള ശ്മശാനം ഒരു അടയാളമാണ്. എത്രയെത്ര അടയാളം വേദപുസ്തകത്തിലുണ്ട്. നമുക്കറിയാം, ആഖാൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ അനുഭവം, ആഖാൻ പാപം ചെയ്തതിന് ശേഷമുള്ള അവസ്ഥ നിങ്ങൾക്കറിയാം. ജോഷുവ ദീർഘദർശിയുടെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, ആഖാൻ പാപം ചെയ്തു. നിങ്ങൾക്കറിയാം സംഭവം. ഹായ് പട്ടണം പിടിക്കാൻ പോകുകയാണ്. ജോഷുവ പറഞ്ഞു, ഹായ് പട്ടണം ഇന്ന് നമുക്ക് കിട്ടും, പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ആരും ഒന്നും മോഷ്ടിച്ചെടുക്കരുത്, കൊള്ള മുതലായി ഒന്നും നിങ്ങളുടെ കയ്യിൽ കരുതരുത്. ഓർക്കുക, യഹൂദ ഗോത്രത്തിലെ കർമ്മിയുടെ മകനായ
കർമ്മിയുടെ മകനായ പേരെന്താ ഞാൻ പറഞ്ഞേ? ഹാമാൻ അല്ല, ആഗാൻ. ഈ സമ്പത്ത് മുഴുവനും അപഹരിച്ചെടുത്തു. അവിടെ അദ്ദേഹം മോഷ്ടിച്ചെടുത്ത സമ്പത്ത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ കാണുന്നുണ്ട്. അതായത് ഒരു ബാബിലോണിയ മേലങ്കി, അതുപോലെ തന്നെ സ്വർണത്തിൻ്റെയും മറ്റ് വിശിഷ്ട ലോകങ്ങളുടെയും ചില വസ്തുക്കൾ ആഖാൻ അവിടെ നിന്ന് വഹിച്ച് കൊണ്ടുവന്ന് തന്റെ കൂടാരത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. പക്ഷെ യഹോവയുടെ കോപം ഇസ്രായേൽ മക്കൾ വന്നു. എന്താ സംഭവിച്ചത്? ആഖാനെ കുമ്പസാരിക്കാൻ വിളിച്ചു. ഞാൻ നിഷ്കളങ്കമായിട്ട് പറയട്ടെ, ആഖാൻ ഒരു സത്യ കുമ്പസാരോടെ നടത്തി. ആഖാൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൻ മോഷ്ടിച്ചത് പറഞ്ഞു, കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം പറഞ്ഞു. പക്ഷെ ശിക്ഷ വന്നപ്പോഴോ ആഖാനെ കൂടാരത്തിന്റെ നടുക്കിൽ നിർത്തി. ചുറ്റും ഭാര്യയും മക്കളും നിന്നു, ദാസന്മാർ നിന്നു. അവനുണ്ട് സർവ്വ മൃഗങ്ങളും, അവനുണ്ട് സർവ്വ സമ്പത്തുകളും ചുറ്റും നിന്നു. ഇസ്രായേൽ മക്കൾ ചുറ്റും നിന്ന് അവനെ കല്ലെറിഞ്ഞു കൊന്നു. കല്ലേറുകൊണ്ട് അവയെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ അവയെ തീ കത്തിച്ചു. ആ ചാമ്പലിന്റെ മുകളിൽ വലിയ കല്ല് കൂട്ടിവെച്ചു. ആഘോർ താഴ്വരയിൽ ഇന്നും അതൊരടയാളമാണ്, ദൈവനിഷേധത്തിന്റെ അടയാളം. നീ നിന്റെ വഴിത്താരയിൽ അടയാളം വെക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോടും പുരുഷന്മാരോടും എനിക്ക് ചോദിക്കുവാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും അടയാളം ദൈവസന്നിധിയിൽ വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും അടയാളം നിങ്ങൾ വെച്ചിട്ടുണ്ടോ? ഒരു നല്ല കുഞ്ഞ് കണ്ടു പഠിക്കണം, എൻ്റെ അപ്പൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എൻ്റെ അമ്മ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എൻ്റെ അപ്പൻ എങ്ങനെ ദൈവിക കാര്യത്തിൽ ഇടപെടുന്നു, എൻ്റെ അമ്മ എങ്ങനെ വേദപുസ്തകം വായിക്കുന്നു, ആരാധനയിൽ അവർക്കുള്ള താല്പര്യം എന്താണ്. ഇത് ഒരു കുഞ്ഞ് കണ്ടു പഠിക്കണം. അപ്പനിൽ നിന്ന് പഠിക്കണം, അമ്മയിൽ നിന്ന് പഠിക്കണം. അതൊരു കുഞ്ഞിന് കൊടുക്കുന്ന വലിയ അടയാളമാണ്. സന്ധ്യയ്ക്ക് പ്രാർത്ഥനയില്ലാത്ത വീട്ടുകളിൽ കുഞ്ഞുങ്ങളോട് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒരിക്കൽ എൻ്റെ വീട്ടിൽ 2 കുഞ്ഞുങ്ങൾ എൻ്റെ മക്കളുടെ സുഹൃത്തുക്കളായി വന്നു. സന്ധ്യയ്ക്ക് 6:15 മണിക്ക് പാവിരിച്ചപ്പോൾ ആദ്യം കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഈ പരിപാടിയില്ല, ഞങ്ങളുടെ വീട്ടിൽ ഈ പരിപാടിയില്ല. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ ആ കൊച്ചുങ്ങൾ നല്ല രസമായിരിക്കുന്നല്ലോ, 3-4 പാട്ട് പാടി വേദോത്സവം വായിച്ചു, പ്രാർത്ഥിച്ച് നല്ല രസമായിരിക്കുന്നല്ലോ. വെളുപ്പിനെ 5:30 കൊട്ടി എഴുന്നേപ്പിച്ച്, എന്തിനാ എഴുന്നേപ്പിച്ചത്? പ്രാർത്ഥിക്കാൻ. ആ പരിപാടി ഇവിടെ ഉണ്ടോ? ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അടയാളം വെച്ചു കൊടുക്കണം നിന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയുടെ ജീവിതത്തിൽ ഒരടയാളം. അതാണ് നിന്റെ ജീവിതത്തിൽ ദുരിതങ്ങളും ദുരന്തങ്ങളും കടന്നു വരുമ്പോൾ നിന്നെ രക്ഷിക്കുവാൻ സഹായിക്കുന്നത് എന്ന വലിയ സത്യം നീ മറന്നു പോകരുത് എന്ന കാര്യം സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇത്രയും പേർ ഈ മോറാനായ പെരുന്നാളിൽ ഈ പള്ളിയിൽ വന്നത്? നിങ്ങളുടെ പള്ളിയിൽ ആരാധനകളില്ലായിരുന്നു? പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ തന്നെയുള്ളവരല്ലിത്. ഇത് വ്യത്യസ്തങ്ങളായ പള്ളിയിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ ഉച്ചയ്ക്ക് ഈ സമയത്ത് ഇവിടെ ഒരു ധ്യാനമുണ്ടെന്ന് പോലും അറിയാതെ വന്നിട്ടുള്ളവരുണ്ട്, ധ്യാനമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നിട്ടുള്ളവരുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, എന്തിന് നിങ്ങൾ ഇവിടെ വന്നു? ഉത്തരവിതാണ്, നിങ്ങൾക്കൊരടയാളം ഇവിടെയുണ്ട്. പുതുപ്പള്ളി പള്ളി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എന്താണ്? ഗീവർഗീസതയാണ്. ഈ പള്ളിയുടെ പടിഞ്ഞാറ് വശത്തുള്ള കൽക്കുരിശോ അതിന് മുമ്പിലുള്ള 18 നടകളോ അതിനുശേഷമുള്ള ഈ 3 പള്ളികളോ അല്ല. ഒരു വ്യക്തമായ അടയാളം നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ അടയാളം പരിശുദ്ധനായ ഗീവർഗീസതയാണ്. എങ്ങനെ നിങ്ങൾക്ക് അടയാളമായി? ഒരപ്പനോട് മകൻ പറയുന്നത് പോലെ, മകൾ പറയുന്നത് പോലെ നിങ്ങൾ അപേക്ഷിച്ചതൊക്കെ തക്ക സമയത്ത് ദൈവത്തിന്റെ കൃപയാൽ ലഭിച്ചതുകൊണ്ട് നിങ്ങൾ അതൊരടയാളമാക്കി മാറ്റി. നിങ്ങൾ പലരോടും പറയും, അവിടെ ഒന്ന് എത്തണം, അവിടെ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആഴ്ച സകുടുംബം ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ഈ ദേവാലയത്തിൽ ചെലവഴിക്കുന്ന ഒരു വൈദികനാണ്. എല്ലാ ആഴ്ചയിലും, മിക്കവാറും വെള്ളിയാഴ്ചകളിലാണ്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഗീവർഗീസത ഒരടയാളമാണ്. ഈ അടയാളം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകണം. എൻ്റെ അപ്പൻ ഒരടയാളമാണെന്ന് കുഞ്ഞു പറയണം, എൻ്റെ അമ്മ ഒരടയാളമാണെന്ന് കുഞ്ഞു പറയണം.
ഒരിക്കലും ഒരു പെൺകുട്ടിയെയും കൊണ്ട് ഒരു അപ്പൻ ഒരു ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂവിന് ചെന്ന് ആ ഇൻ്റർവ്യൂവിന് വരുന്നവരെല്ലാം കൂടെ ഒന്നിച്ചൊരു ഹോള് പോലെ ഒരു ഡോമട്രിയിലാണ് താമസിക്കുന്നത്. അവരുടെ പേരൻസ് എല്ലാം ഉണ്ട്. ഈ അപ്പനും മകളും പിറ്റേ ദിവസം രാവിലെ ഇൻ്റർവ്യൂവിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഈ പെൺകുട്ടിയുടെ അന്നേരം സൗഹൃദം കൂടിയ മറ്റൊരു പെൺകുട്ടി ഈ പെൺകുട്ടിയോട് പറഞ്ഞു, നിശ്ചയമായും നിനക്ക് ഇന്ന് അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഈ പെൺകുട്ടി ചോദിച്ചു, അതെന്നെ അങ്ങനെ പറയാൻ കാരണം? അതിന് കാരണമുണ്ട്. നിന്റെ അപ്പനെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരാളെ ഈ ഇത്ര മണിക്കൂർ കൊണ്ട്, ഇന്നലെ വൈകിട്ട് തൊട്ട് ഈ പ്രഭാതം വരെയുള്ള സമയത്ത് നിന്റെ അപ്പനെ പോലെ പ്രാർത്ഥിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആ ദേശത്തൊരു വിഷയമുണ്ടെങ്കിൽ ആ ദേശക്കാരെല്ലാം ഓടി ഈ അപ്പന്റെ അടുത്ത് വരും. ഈ അപ്പനെ കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ് ഞാൻ അവിടെ എത്തി. ഈ അപ്പൻ അപ്പോഴത്തേക്ക് കാലകവനിക്കുള്ളിൽ മറയപ്പെട്ടു. പക്ഷെ ഈ അപ്പനെ കുറിച്ച് ഒരു പരിവേഷണം നടത്താൻ വേണ്ടി ഒരു അന്വേഷണം നടത്തിയപ്പോൾ വേറൊരാൾ പറഞ്ഞതാണ്, അച്ചോ, ഈ നാട്ടിൽ എന്നാ ഒരു വിഷയമുണ്ടെങ്കിലും ആ വ്യക്തിയുടെ അടുക്കലെത്തും. ആ വ്യക്തി ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാണ്, റിട്ടയർ ചെയ്ത് സുഖമായി വീട്ടിൽ വസിക്കുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹം മറുപടി ഒന്നും പറയുകയില്ല. ഈ വിഷയങ്ങളെല്ലാം കേൾക്കും, കേട്ടിട്ട് ഉൾമുറിയിലേക്ക് പോകും, എന്നിട്ട് മടങ്ങി വന്നിട്ട് ഒരു വാക്ക് പറയും. അതാണ് ഉത്തരം. എങ്ങനെ ലഭിച്ചു? ആ തലമുറയ്ക്കൊരടയാളമാണ്. ആ തലമുറയ്ക്കൊരടയാളമാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പരിശുദ്ധനായ പരിമല തിരുമേനി ഒരടയാളമാണ്. പാമ്പാടി തിരുമേനി ഒരടയാളമാണ്, അല്ലേ? വൈദികരൊക്കെ അടയാളങ്ങളാണ്. നന്മയുടെ അടയാളം, വിശുദ്ധിയുടെ അടയാളം, കൃപയുടെ അടയാളം. ഇന്ന് പല കാര്യങ്ങളും കേൾക്കുന്നുണ്ടായിരിക്കാം. അതൊക്കെ ഒരു വശത്തിരിക്കട്ടെ, അതൊക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ. അത് ലോകത്തിന്റെ പ്രത്യേകതകളാണ്. പക്ഷേ വൈദികരൊക്കെ ഒരടയാളങ്ങളാണ്. നിങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നയിക്കുന്ന അടയാളം ചൂണ്ടിക്കാണിക്കുകയാണ്. ജീവിതത്തിലൂടെ, പ്രവൃത്തിയിലൂടെ, പ്രസംഗത്തിലൂടെ, ആശയങ്ങളിലൂടെ, ശബ്ദത്തിലൂടെ കാണിക്കുകയാണ്. അതാണ് അങ്ങോട്ട് അവിടേക്ക് ചെന്നാട്ട് അടയാളം വെക്കുക. യോനാ പ്രവാചകൻ ഒരടയാളം. യേശു തമ്പുരാൻ പറഞ്ഞു, യോന ഒരടയാളമാണ്. യേശു ഒരു പ്രവാചകനെ അടയാളം എന്ന് പറഞ്ഞിട്ടില്ല. യേശുവിൻ്റെ ജീവിതത്തിൽ യോന ഒരടയാളമെന്ന് യേശു തമ്പുരാൻ മറ്റൊരു പ്രവാചകരെയും കൂടെ പിടിക്കാതെ യോനാ ദീർഘദർശിയെ, നിങ്ങൾക്കൊരടയാളം. യോനാ ദീർഘദർശി, യോനായുടെ മാനസാന്തരം, യോനായുടെ അനുതാപമോ അനുതാപമില്ലായ്മയോ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്കൊരടയാളം. ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഒരടയാളമായി നമുക്ക് നൽകിയ ഒരു മഹത്തരമായ സൃഷ്ടിയാണ് ഈ അടയാളം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചിന്തയിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ്, പുതിയ നിയമത്തിൽ ഒത്തിരി അടയാളങ്ങളുണ്ട്, അല്ലേ? നക്ഷത്രം ഒരടയാളമാണ്, ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന അടയാളം. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി പറയുന്ന, യേശുവിനെ സ്തുതിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന, യേശുവിൻ്റെ മഹത്വത്തിൽ അലിഞ്ഞു ചേരുന്ന പ്രിയ മക്കളെ, നിങ്ങളുടെ ജീവിതം ഒരടയാളമാകണം. നിങ്ങളുടെ വാക്കുകൾ ഒരടയാളമായിരിക്കണം. നിങ്ങളുടെ പുഞ്ചിരി ഒരടയാളമായിരിക്കണം. നിങ്ങളുടെ ശബ്ദം ഒരടയാളമായിരിക്കണം. എതിലേക്കുള്ള അടയാളം? യേശുക്രിസ്തുവിലേക്കുള്ള അടയാളം. ഇന്നലെ യാത്രാമധ്യത്തിൽ വഴി താരയിൽ വെച്ച് വാഹനം കേടായി. ചെറിയൊരു വാഹനത്തിലാണ് പോയത്. ഞാനും എൻ്റെ കൊച്ചു മോനുമുണ്ട്. ആ വാഹനം അടുത്ത ഒരു വീട്ടിലേക്ക് കയറ്റി വെച്ചു. അപ്പോൾ അവിടെ കയറ്റി വെച്ചാൽ കാരണം, ഞങ്ങൾക്ക് നാട് പരിചയമില്ല, അതൊരച്ഛൻ്റെ വീടാന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങളെ അത് സ്വീകരിച്ചു. ഒരമ്മച്ചി പ്രത്യക്ഷപ്പെട്ടു. അമ്മച്ചി എന്നോട് സംസാരിച്ചു. എനിക്കിനി ഒരു വർക്ക്ഷോപ്പിൽ പോയി ഒരാളിനെ കൊണ്ടുവന്നിത് നന്നാക്കണം, അത്രയും സമയം ഞാൻ വണ്ടി ഇവിടെ വെക്കുകയാണ്. തിരിച്ച് ആ വർക്ക്ഷോപ്പിൽ നിന്ന് ആളിനെയും കൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ അമ്മച്ചിയെ പരിചയപ്പെട്ടു. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി, ഇവിടെ ഒരച്ഛനില്ലേ? അയ്യോ, ഇവിടെ അച്ഛനില്ല അച്ഛൻ. ആ അച്ഛൻ്റെ വീടാണ് ആ കാണുന്നത്. അച്ഛനെ കാണിച്ചതെന്ന് തെറ്റിച്ച്, നേരത്തെ ഒരാൾ കാണിച്ചതെന്ന് പറഞ്ഞില്ല, അത് തെറ്റിച്ചാണ് കാണിച്ചതെന്ന്. അത് അച്ഛൻ, അതാണ്.
അത് ഓർത്തഡോക്സിലെ ഒരു അച്ഛനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് കത്തോലിക്ക സഭയിൽ ഈ അമ്മച്ചി പറയുക, അച്ചോ എനിക്ക് 3 ആൺകുട്ടികളുണ്ട്, പക്ഷെ ദൈവം വിളിക്കണം, ദൈവ ശബ്ദം കേൾക്കണം, ദൈവം തിരിച്ചറിഞ്ഞാലേ, ദൈവം തൊട്ടാലേ ആ കൃപയിലേക്ക് അവർക്ക് നടന്നു വരാനൊക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ കൃപയിലേക്ക് അവർക്ക് നടന്നു വരാനൊക്കുകയില്ലച്ചോ. അത് ത്യാഗത്തിന്റെ മാർഗമാണ്. ഒരു സാധാരണ ഭവനത്തിൽ വസിക്കുന്ന ഒരു സാധാരണക്കാരി അമ്മച്ചി പറയുകയാണ്, അത് ത്യാഗത്തിന്റെ വഴിയാണ്, അത് ത്യാഗത്തിന്റെ വിളിയാണ്. അയ്യോ, അത് വളരെ ഭാരമുള്ളതാണച്ചോ. എന്നിട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു, അച്ഛൻ്റെ കുപ്പായം എന്ത് മനോഹരമായിരിക്കുന്നു, പെടലി തൊട്ട് ഉള്ളങ്കാല് വരെ മൂടി കിടക്കുന്ന അല്ലേ. അതെ, വലിയ ദൈവശാസ്ത്രം അമ്മച്ചി പറയുക. എന്നിട്ട് പറഞ്ഞു, 2 കാര്യമുണ്ടച്ചോ. ഒന്ന്, ഈ വലിയ വെണ്മ ഞങ്ങൾക്കൊക്കെ കാണാം. 2, ആ സൈഡിലൊരു ചെറിയ കറുത്ത പാടുണ്ട്, അതും ഞങ്ങൾക്ക് കാണാം. ഇത് ത്യാഗത്തിൻ്റെ വഴിയാണ്. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ നീ ഒരടയാളമായിരിക്കണം. നിന്റെ സ്വന്തം വീട്ടിൽ അമ്മ ഒരടയാളമാകണം, അപ്പൻ ഒരടയാളമാകണം. ഒന്നാമത്തെ ചിന്തയ്ക്ക് വിരാമം കൊടുക്കുകയാണ്. 2ാമത്തെ ചിന്ത, നീ പോയ വഴി ശ്രദ്ധിച്ചു നോക്കണം. നീ പോയ വഴി ശ്രദ്ധിച്ചു നോക്കണം. Find your way, then search it. നീ നിന്റെ വഴി കണ്ടെത്തിയിട്ട് അതിനെ പരിശോധിക്കണം. എങ്ങോട്ടാ പോകുന്നത്? അടിമത്ത നാട്ടിലേക്ക്, ദൈവമില്ലാത്തിടത്തേക്ക്, ദൈവത്തെ നിഷേധിക്കുന്നിടത്തേക്ക്, ദൈവത്തെ കൊതിക്കുന്നിടത്തേക്ക്. നീ വല്ലാത്ത അരണ്ട അവസ്ഥയിലേക്ക് നിന്റെ ജീവിതം മൂലം നീ കടന്നു പോകുക. പക്ഷെ നീ സൂക്ഷിച്ചു നോക്കണം. എവിടേക്ക്? വഴിത്താരയിലേക്ക്. നിങ്ങൾ വഴിയിലൂടെയാണ് വന്നില്ലേ? പലപ്പോഴും നിങ്ങൾ വഴിയിലൂടെ നടന്നു വരുമ്പോൾ നിങ്ങൾ 2 കാര്യം മറന്നുപോകും. ഒന്ന്, നിങ്ങളുടെ ദൃഷ്ടിയിൽ എപ്പോഴും വരുന്നത് വഴിത്താരയുടെ മുൻവശമാണ്. നിങ്ങൾ നിൽക്കുന്നിടം നിങ്ങളുടെ ദൃഷ്ടിയിലില്ല, നിങ്ങൾ കടന്നു വന്നിടം നിങ്ങളുടെ ദൃഷ്ടിയിലില്ല. ഒരു സത്യക്രിസ്ത്യാനി തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും ഈ 3 മാനദണ്ഡങ്ങളെ ഒരുപോലെ സംശീകരിക്കണം. ഒന്ന്, നീ കടന്നു വന്ന വഴി, ഒരു അനുഗ്രഹത്തിന്റെ കടന്നു വന്ന വഴിയുണ്ട്. നീ ഇന്ന് ഈ പുതുപ്പള്ളി ദേവാലയത്തിനുള്ളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ ആവലാദികളും വേവലാദികളും ദൈവസന്നിധിയിൽ പറയുമ്പോൾ നിന്റെ മനസ്സ് പറയുന്നത്, ഈ ആവലാദിയുള്ള ഇത്രയും ഭാരപ്പെടുന്ന വേറെ ആരും ഈ പള്ളിക്കുള്ളിൽ ഇല്ലെന്നാണ്. പക്ഷെ നീ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നിന്നെ അനുഗ്രഹത്തോട് കഴിഞ്ഞ നാളിൽ വഴി നടത്തിയ ഒരു ദൈവമുണ്ട്. ഇനി നീ മുൻപോട്ട് യാത്ര ചെയ്യേണ്ടത് മാത്രമാണ് നീ നോക്കിയിരിക്കുന്നത്. പക്ഷെ നീ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതും നീ മറന്നു പോകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർക്കുക, നിന്റെ വഴിത്താര എന്ന് പറയുന്നത് 3 കാലഘട്ടം ഒന്നിച്ചു ചേരുന്നതാണ്. അതായത് ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഒന്നിച്ചു ചേരുന്ന ഒരു കാലഘട്ടമാണ്. നിന്റെ ജീവിതത്തിൽ ഭാരങ്ങളും വിഷമങ്ങളും വരുമ്പോൾ നിന്നെ നടത്തിയ ദൈവത്തെ കുറിച്ച് നീ ഓർക്കണം. ഇസ്രായേൽ മക്കൾ ഉത്സവം ആചരിക്കുമ്പോൾ അവർ എന്താ ചെയ്തിരുന്നത്? അവർ യാഗം അർപ്പിച്ചിട്ട് കൂടി വന്നിട്ട് അതിലെ കാർന്നവർ എഴുന്നേറ്റ് നിന്ന് ദൈവം നടത്തിയ വഴിയെ കുറിച്ച് പാടും. ജനമെല്ലാം ആർത്തു അട്ടഹസിക്കും. അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു സങ്കീർത്തനത്തിൽ അതുണ്ട്, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ജോസഫിന്റെ കാലം തൊട്ട് മിസ്രൈമിൽ അടിമത്തത്തിന്റെ വീജികളിലൂടെ കടന്നുപോയത്, മോശയെ കൊണ്ടുവന്നത്, അഹ്റോനിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും വിടുവിച്ചു വരുന്നത്, അതുപോലെ തന്നെ മന്ന വർഷിച്ചത്, മാറയിലെ വെള്ളം മധുരമായത്, അന്യരാജാക്കന്മാരുടെ മുമ്പിൽ യുദ്ധത്തിൽ വിജയിച്ചത്, ചെങ്കടലിനെ 2ആയി പിച്ചിക്കീറിയത്, പകൽ വാഴാനും രാത്രി വാഴാനും പ്രത്യേകം സൗദങ്ങൾ, കനാൻ ദേശത്തിന്റെ മനോഹാരിത, എന്തെല്ലാം അനുഗ്രഹങ്ങൾ അത് കാണുകയാണ്. നിന്റെ വഴിയെ നീ സൂക്ഷിച്ചു നോക്കണം. വഴിത്താരയെ നോക്കാത്ത ജനം, ഞാൻ പറയും, ബഹുഭൂരിപക്ഷം വിശ്വാസികൾക്കും ജീവിതത്തിൽ ആത്മീക ചോഷണം സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം കഴിഞ്ഞ കാലത്തേക്ക് നോക്കാത്തതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം നിന്നെ ഇത്രമാത്രം സന്തോഷത്തോട് കൊണ്ടുവന്നല്ലോ. കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ശവസംസ്കാരം കഴിഞ്ഞ് ആ അമ്മച്ചിയുടെ അപ്പൻ
എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അച്ചോ, ഞാനൊരു ഒഴിഞ്ഞ കലം കൊണ്ടാണ് ഞാനും അവളും അവിടെയുള്ള ഒരു കൊച്ചു കുടിലിലേക്ക് കയറിയത്. ഇന്നിരിക്കുന്ന മനോഹരമായ വലിയ വീട് അച്ഛൻ കണ്ടില്ലേ? ആ വീട്ടിലേക്ക് ഞാൻ കയറിയത് ഒരു ഒഴിഞ്ഞ കലം കൊണ്ടാണ്. ആ കലത്തിനകത്തിൽ ഇട്ടുവെക്കാൻ അരിയില്ല, അത് ആര് തരുമെന്ന് അറിയത്തില്ല. ആകെ കയ്യിൽ കിട്ടിയത് അത് മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് കയറി വന്നത്. ഇന്ന് കാണുന്നതെല്ലാം ദൈവം തന്നതാണ്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഒരു നല്ല മനുഷ്യന്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമല്ലേ അവിടെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നത്. ഈ കഴിഞ്ഞ കാലത്തിൻ്റെ വ്യഥകൾ മനസ്സിൽ പേറുകയല്ല, നേരെ മറിച്ച് കഴിഞ്ഞ കാലത്ത് ദൈവം നടത്തിയ അനുഗ്രഹം. ദുഃഖങ്ങൾ കാണും, വേർപാടിന്റെ നൊമ്പരങ്ങൾ കാണും, എപ്പോഴും ഓർക്കുന്ന വിഷമങ്ങൾ കാണും, പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. പക്ഷെ ഓർക്കുക, അനുഗ്രഹമായി നടത്തുന്ന ഒരു ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. അനുഗ്രഹമായി ഭാവിയെ ക്രമീകരിക്കുന്ന ഒരു ദൈവം നിന്റെ മുമ്പിലുണ്ട്. നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. നീ ഇപ്പോൾ വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന ചെറിയ കാര്യങ്ങളുടെ ഭാവി എന്തെന്നറിയണമോ? അത് ശുഭതയുള്ള, സന്തോഷമുള്ള, മുഖപ്രസന്നതയുള്ള, സൗഭാഗ്യമുള്ള ഒന്നാണെന്ന് നീ ഇന്ന് ചിന്തിക്കണം. അതുകൊണ്ടാ പറയുന്നത്, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. നീ നടക്കേണ്ടുന്ന വഴി, നീ നിൽക്കുന്ന വഴി ഏതാണെന്ന് തിരിച്ചറിയണം. ഒരു ക്രിസ്ത്യാനിയുടെ വഴി ഏതാണെന്നറിയാമോ? ക്രിസ്തു രൂപപ്പെടുത്തിയ വഴിയാണ്. ഏതാ ക്രിസ്തു രൂപപ്പെടുത്തിയ വഴി? കുരിശിന്റെ വഴിയെന്ന് നമുക്ക് എളുപ്പം പറയാം, പക്ഷെ അതിന്റെ പച്ചയായ ഒരു രൂപമുണ്ട്. ആ പച്ചയായ രൂപം ഇതാണ്. ഹെരോദ രാജാവിന്റെ കൊട്ടാരം മുതൽ ഗോൽഗുത്ത വരെയുള്ള ഒരു 3-4 കിലോമീറ്റർ ദൂരമുള്ള ഒരു വഴിയുണ്ട്. ഹെരോദ രാജാവിന്റെ കൊട്ടാരം മുതൽ ഗോൽഗുത്തായുടെ നെറുക വഴിയുള്ള ഒരു വഴി. ആ വഴി ഒരു ത്യാഗത്തിന്റെ വഴിയാണ്, രക്തപങ്കിലമായ വഴിയാണ്. ക്രിസ്തു എനിക്ക് വേണ്ടി കണ്ണുനീർ ഇറ്റിയ വഴിയാണ്. ക്രിസ്തു പല പ്രാവശ്യം താഴെ വീണിട്ട് മാർദ്രവമേറിയ അല്ല, കാഠിന്യമേറിയ ആ കല്ലിന്മേൽ തന്റെ മൃദുവായ ശരീരം ഉരസിയത. ആ വഴിത്താരയാ ക്രിസ്തു ചുംബിച്ച വഴിത്താര, കുരിശുമായി പതിച്ച വഴിത്താര. ഒരു വശത്ത് തട്ടഹസിക്കുകയാ, ഇവനെ കൊല്ലണം. മറ്റൊരു ഭാഗത്ത് കുരിശു പേറിയ കർത്താവ് പൂർണ്ണ സന്തോഷത്തോട് തന്റെ സൃഷ്ടിയെ പിതാവിന്റെ ഇഷ്ടപ്രകാരം രക്ഷയുടെ പന്ഥാവിലേക്ക് നയിച്ചു എന്ന പൂർണ്ണ ഇഷ്ടത്തോട്, സമ്പൂർണമായ സാറ്റിസ്ഫാക്ഷനോട്, സംതൃപ്തിയോടുകൂടി വലിയ കുരിശു വലിച്ചുകൊണ്ട് നടക്കുന്ന ആ വഴിത്താര, അതാണ് ക്രിസ്തീയ വഴിത്താര, മുൾക്കിരീടത്തിന്റെ വഴിത്താര. നിനക്കതിഷ്ടമാണോ? കുരിശിന്റെ വഴി ഇഷ്ടമാണോ? രക്തം ചീന്തിയ വഴി ഇഷ്ടമാണോ? യേശുവിന്റെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചെറിയ വഴി നിനക്ക് ഇഷ്ടമാണോ? വേദപുസ്തകത്തിൽ പല കർത്താക്കന്മാരുണ്ട്. അപ്പം കൊടുക്കുന്ന കർത്താവ്, വെള്ളം കൊടുക്കുന്ന കർത്താവ്, അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവ്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവ്, കടലിന്റെ മുകളിലൂടെ നടക്കുന്ന കർത്താവ്, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന കർത്താവ്, അവസാനം കുരിശിൽ മരിച്ച കർത്താവ്, നഗ്നനായി തൂക്കപ്പെട്ട കർത്താവ്. അതിന് ആരംഭം എങ്ങെന്നറിയാമോ? ആരോ കൊടുത്ത കീറിപ്പറിഞ്ഞ ഒരു കീറ്റുശീലയിൽ പൊതിഞ്ഞ് നഗ്നനായ ഒരു യേശുക്കുഞ്ഞ്. അതാണ് ആദ്യത്തെ അടയാളം, വഴിത്താരയുടെ ആദ്യത്തെ അടയാളം. അവസാനവും അതേ മാർഗത്തിലൂടെ നയിക്കുകയാണ്. നിനക്ക് ഏത് കർത്താവിനെയാണ് ഇഷ്ടം? നമുക്കെല്ലാം ഇന്ന് സൗഖ്യം കൊടുക്കുന്ന കർത്താവിനെയാണ് ഇഷ്ടം, ക്ഷേമം നൽകുന്ന കർത്താവിനെയാണ് ഇഷ്ടം. ഓർക്കുക, നിന്റെ വഴിത്താര ഏതാണ്?
പരിശുദ്ധ അമ്മയെക്കുറിച്ചൊരു വാക്കുണ്ട്, അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇതാ വാക്യം, അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ സംഗ്രഹം എന്ന് പറയുന്നുണ്ടല്ലോ, മനസ്സിലാക്കി എന്നുള്ളതല്ല, സഹിച്ചു എന്ന അർത്ഥം. എല്ലാം വഹിച്ചു എന്നാണ്. അതുകൊണ്ടാണ് ലാറ്റിൻ കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയുടെ നെഞ്ചിനോട് ചേർന്നൊരു തിരുഹൃദയം സൃഷ്ടിച്ചിട്ട്, പണ്ടാണെങ്കിൽ 5 വാളുകൾ കടന്നുപോയ വാളുകളുടെ പിടികളായിരുന്നു ഈ ഹൃദയത്തിന് ചുറ്റും ക്രമീകരിച്ചിരുന്നത്. പക്ഷെ ഇന്നത് മാറിയിട്ട് 5 പൂക്കളായി. അവർ പറയും പൂക്കളല്ല, അത് രക്തത്തുള്ളികളാണെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. ആ ജീവിതം ഒരിക്കലും പരാജയപ്പെട്ടില്ല. നീ നടക്കുന്ന വഴിത്താര ശ്രദ്ധിച്ചു നോക്കണം. ഒരു കാര്യം കൂടെ പറയട്ടെ, നിന്റെ അപ്പനിട്ടിരിക്കുന്ന ഒരു വഴിത്താരയുണ്ട്, നിന്റെ അമ്മയിട്ടിരിക്കുന്ന ഒരു വഴിത്താരയുണ്ട്. നിന്റെ അപ്പനിട്ടിരിക്കുന്ന വഴിത്താരയിലൂടെ നീ നടന്നില്ലെങ്കിൽ, നിന്റെ അമ്മയിട്ടിരിക്കുന്ന വഴിത്താര നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, പലപ്പോഴും ഇന്ന് ജീവിതത്തിൽ ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ എല്ലാവരും ഓടുകയാണ്, ഇല്ലേ? ഇന്ന് നിനക്കറിയാമോ, മറ്റു പ്രാർത്ഥനാ യോഗങ്ങളിലേക്കൊക്കെ പോകുന്നതിൽ കൂടുതൽ ആൾക്കാർ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വിഷയം നോക്കി വ്യക്തികളുടെ അടുക്കിലേക്ക് പോകുന്നുണ്ട്. എന്താണ് ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ വിഷയം, അത് തീരുന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഓടുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓടരുത്. നീ നിൽക്കുന്നിടം സ്ഥലം വിശുദ്ധമാണെന്ന് എപ്പോഴും ചിന്തിക്കണം. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, പാവനമാണെന്ന് നീ എപ്പോഴും ചിന്തിക്കണം. അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിൽ വരുന്നില്ലെങ്കിൽ നീ ആ സ്ഥലത്ത് നിന്ന് ഓടി അകലും. പിതാക്കന്മാരുടെ വഴി മാറ്റിക്കളയരുത്, പിതാക്കന്മാരുടെ വഴിയെ നിർജീവപ്പെടുത്തരുത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പിതാക്കന്മാരുടെ വഴി ഏതാ? ഉപവാസത്തിന്റെ വഴിയാ, നോമ്പിന്റെ വഴിയാ, പ്രാർത്ഥനയുടെ വഴിയാ. രോഗം വരുമ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് വൈദ്യ സെമിനാരി പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഈവാനിയോസ് തിരുമനസിന് വൈദിക സെമിനാരിൽ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. ആ നായ്ക്കുട്ടിയുടെ പേര് കിരൺ എന്നാണ്. തിരുമേനി വന്ന് അവിടെ ഇറങ്ങി കിരൺ എന്ന് വിളിച്ചു കഴിയുമ്പോൾ ആ നായ്ക്കുട്ടി ഓടി വരും. പിന്നെ തിരുമേനി പോകും, കാറിൽ തിരിച്ച് കയറുന്നിടം വരെ തിരുമേനിയുടെ കൂടെ തന്നെയാണ്. മുറിക്കുള്ളിൽ കയറിയാൽ അത് ആ മുറിയുടെ വാതിക്കൽ കിടക്കും. ഞങ്ങൾ 1-ാം വർഷം പഠിക്കുന്ന സമയത്ത് ആ നായ്ക്ക് ശാരീരികമായ എന്തോ അസ്വസ്ഥതയുണ്ടായി. അപ്പോൾ ഒരു ശമാശൻ ചെന്ന് പറഞ്ഞു, തിരുമേനി, നായ്ക്കുട്ടിക്ക് കിരണ് ശാരീരിക അസ്വസ്ഥതയാണ്. അത് 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, 3 ദിവസമായി വെള്ളം കുടിച്ചിട്ട്. തിരുമേനി ചിരിച്ചോണ്ട് പറഞ്ഞു, ഇത് മനുഷ്യൻ കണ്ടുപഠിക്കേണ്ടതാണ്, ഇത് മനുഷ്യൻ കണ്ടുപഠിക്കേണ്ടതാണ്. എന്താണ്? അതിന് ശാരീരികമായോ മാനസികമായോ ഒരു വിഷമം വരുമ്പോൾ അവൻ ഉപവസിക്കുകയാണ്, അവൻ ശാന്തമായി പ്രാർത്ഥിക്കുകയാണ്. തമാശയാണെങ്കിലും തിരുമേനി പിന്നെ കൂട്ടിച്ചേർത്തു, നിങ്ങൾ കണ്ടിട്ടില്ലേ, അമ്മമാരോട് ചോദിക്കണം, ഈ കോഴിമുട്ട വെക്കുമ്പോഴേ, അട വെക്കുമ്പോഴേ, ഈ കോഴിമുട്ടയുടെ മുകളിലേ ഈ തള്ളക്കോഴി കയറിയിരിക്കുന്നത്, എന്നിട്ട് അത് സുഖമായി ഉറങ്ങുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരിക്കലും അത് ഉറങ്ങത്തില്ല. 28 ദിവസം അല്ലെ 21 ദിവസത്തേക്ക് അത് ഉറങ്ങുകയില്ല. അതിൻ്റെ ചുണ്ടിങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ചുണ്ടിൻ്റെ താഴ്വശം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുക എപ്പോഴും. അത് ശ്വാസം എടുക്കുന്നതല്ല. തിരുമേനി പറഞ്ഞത് കുറിയലായുസവും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തമാശയായിട്ടെടുക്കും. സത്യമായിട്ടും അതിനുശേഷം ഇങ്ങനെയുള്ള 1-2 സംഭവങ്ങളിൽ ഇങ്ങനെ ഇരുന്ന കോഴിയെ വളരെ ശ്രദ്ധയോട് നോക്കിയിരുന്നിട്ടുണ്ട്. അത് കണ്ണ് 3/4 ഭാഗം അടച്ച് ചുണ്ടുകളിങ്ങനെ പൊക്കിപ്പിടിച്ച് ആ ചുണ്ടിൻ്റെ താഴെ ഒരു ചുമല സാധനം ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ വേറെ ഓടി നടക്കുന്ന ഒരു കോഴിയെ കണ്ടാൽ ആ ഭാഗം അനങ്ങുന്നില്ല എന്നുള്ളതാണ് വേറൊരു വലിയ രസം. ശാന്തമായി ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും വന്നാലുണ്ടല്ലോ, ഉപവസിച്ചോണം, പ്രാർത്ഥിച്ചോണം, മുട്ടുമേൽ നിൽക്കണം. കർത്താവ് വിഷയം പരിഹരിക്കും. നിങ്ങൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഗീവർഗീസ് ജീവിതം നിങ്ങളുടെ ജീവിതത്തിന് അനുപേക്ഷിതമാകണം. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും വന്നപ്പോൾ സ്വീകരിച്ച വഴി ഏതാണ്? പിതാക്കന്മാർ നൽകിയ ഉപവാസത്തിന്റെ വഴിയാണ്, പ്രാർത്ഥനയുടെ വഴിയാണ്, ദണ്ഡ നമസ്കാരത്തിന്റെ വഴിയാണ്. എത്ര വലിയ സൗഭാഗ്യം കൊടുക്കാമെന്ന് പറഞ്ഞു, ഒരു രാജ്യം മുഴുവൻ കൊടുക്കാമെന്ന് പറഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട മകളെ പാമ്പിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിച്ചതിനാൽ രാജ്യം മുഴുവനല്ല, രാജ്യത്വവും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞു.
പക്ഷെ ഗീവർഗീസ് പറഞ്ഞു, ഇതിനേക്കാൾ വലിയതെനിക്കുണ്ട്. അതെവിടെയാ? ആ ചെറുപ്പക്കാരൻ, കേവലം 23 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ മറുപടിയാണെന്ന് കേൾക്കണം. ദൈവസന്നിധിയിലെ വലിയ പ്രത്യാശാനിർഭരമായ ജീവിത അനുഭവങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. 2 കൊച്ചു ചിന്തകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഒന്നാമത്തെ എന്തായിരുന്നു? അടയാളങ്ങളെ വെക്കണം. എന്താ അടയാളം എന്ന് മനസ്സിലായോ? നിങ്ങളൊക്കെ അടയാളമാണ്. മനുഷ്യനൊരു അടയാളമാണ്. നിങ്ങൾ നോക്കിക്കേ, അച്ഛൻ ഇപ്പോഴൊരു അടയാളമാണ്. എന്തടയാളമാണ്? കുരിശിൻ്റെ അടയാളമാണ്. നിങ്ങളെല്ലാം അടയാളമാണ്. എല്ലാ മനുഷ്യനും അടയാളമാണ്. അപ്പൻ അടയാളമാ, അമ്മ അടയാളമാ, മക്കൾ അടയാളമാ, വീട് അടയാളമാ, ദിവസങ്ങൾ അടയാളമാ, നിമിഷങ്ങൾ അടയാളമാ. എന്തിൻ്റെ അടയാളം? ദൈവത്തിങ്കിലേക്ക്, ക്രിസ്തുവിങ്കിലേക്ക് ചെല്ലുവാനുള്ള പവിത്രമായ അടയാളം വെക്കുക. രണ്ടാമതെന്താ ചിന്തിച്ചത്? വഴി സൂക്ഷിച്ച് നോക്കുക. ക്രിസ്തുവാകുന്നവർ വേറെ ഒരു വഴി നോക്കരുത്. കുഴപ്പമോ? കഞ്ഞിക്കുഴി തോമാച്ചന്റെ വഴി തീരാറായി, തങ്കുവിന്റെ വഴി തീരാറായി, ഓഷോയുടെ വഴി തീർന്നു. ഇങ്ങനെ ഓരോരുത്തരുടെ വഴി തീർന്നുകൊണ്ടിരിക്കുക. വഴി തീരാത്തത് ക്രിസ്തുവിന്റെ വഴി മാത്രമേ ഉള്ളൂ. ഓർക്കുക, ഗോൽഗുത്തായിലെത്തിയ ക്രിസ്തു, കൊട്ടാരത്തിൽ നിന്നും ഗോൽഗുത്തായിലെത്തിയ ക്രിസ്തു എവിടേക്കാ പോയത്? അതേ മലയിൽ നിന്നും സ്വർഗീയ യെരൂശലേമിലേക്ക് പോയിരിക്കുകയാണ്. അതാണ് വഴിത്താര എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചിന്ത, ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക, പട്ടണത്തിലേക്ക് മടങ്ങി വരിക, സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരണം. നമുക്കൊക്കെ ആവശ്യമാണ് മടങ്ങി വരവ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. 2 നേരം, അല്ലാത്തൊരു പുതുപ്പള്ളി പള്ളി വരുമെന്ന് തോന്നുന്നില്ല, 2 നേരമെങ്കിലും മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവരും, ഒരു ദിവസം ഒരു അധ്യായമെങ്കിലും വേദപുസ്തകം വായിക്കുന്നവരും, ഈ കഴിഞ്ഞ വർഷം കുമ്പസാരിച്ചിട്ടുള്ളവരും, കുർബാന അനുഭവിച്ചിട്ടുള്ളവരും, അല്ലേ? അങ്ങനെയൊക്കെയുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരാറുള്ളൂ. അവർക്ക് ഇത് സ്വീകരിക്കാനൊക്കത്തുള്ളൂ, അവർക്ക് ഇത് ഉൾക്കൊള്ളാനൊക്കെ ഉള്ളൂ. ഇതെല്ലാം നമുക്കുണ്ട്, ഇതെല്ലാം നമ്മൾ പെർഫെക്റ്റാണ്. പക്ഷെ നമ്മൾ മടങ്ങി വന്നൊന്നൊന്ന് ചിന്തിക്കണം. നമ്മളിവിടെ ആയിരിക്കുന്നു, പക്ഷെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നാം മടങ്ങി വരണം. ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നാം മടങ്ങി വരണം. കം ബാക്ക് ടു യുവർ ഹോം. യഥാർത്ഥ വീട്ടിലേക്ക് നീ മടങ്ങി വരണം. ഇല്ലെങ്കിലുണ്ടല്ലോ നിന്റെ മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കും. അസ്വസ്ഥതയുടെ അനുഭവത്തിലൂടെ നിന്റെ മനസ്സ് കടന്നുപോകും. നീ മടങ്ങി വരുന്ന അനുഭവം നമുക്കറിയാം. വേദപുസ്തകത്തിൽ ഒരു മകൻ അസ്വസ്ഥത അനുഭവിച്ചു, ദുഃഖം അനുഭവിച്ചു, ഭാരം അനുഭവിച്ചു. അവൻ ആ ദുഃഖത്തിലും ഭാരത്തിലും ഹീനമായ അവസ്ഥയിലും ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. ഏത് മോന്? നിങ്ങളാണ് മുടിയനായ മക്കൾ. ആ മനുഷ്യൻ മുടിയനായ മകനല്ല. ആ മനുഷ്യനെ മുടിയനായ പറഞ്ഞ് വേദപുസ്തകം പഠിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അവന്റെ സ്വാതന്ത്ര്യം മൂലം അപ്പനിൽ നിന്ന് എല്ലാം അപഹരിച്ചു കൊണ്ടുപോയി അവന്റെ ഇഷ്ടം പോലെ ജീവിച്ചു. പക്ഷെ അപ്പനെ കുറിച്ച് അവനൊരു ചിന്ത വന്നു. ആ മകന്റെ പേര് മുടിയനായ പുത്രൻ എന്നല്ല, അനുതാപത്തിന്റെ പുത്രൻ എന്നാണ്, തിരിച്ചു വന്ന പുത്രൻ എന്നാണ്. പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുമെന്ന് പറഞ്ഞ അത് അർത്ഥപൂർണമാക്കിയ മകനാണ്. മുടിയനായ പുത്രൻ അവനെ വിളിക്കരുത്. അവൻ മടങ്ങി വന്ന് അപ്പനെ ആലിംഗനം ചെയ്യുകയാണ്. ഒരു മടങ്ങി വരവ്. മടങ്ങി വന്നാൽ നഷ്ടപ്പെട്ടത് മുഴുവൻ നിനക്ക് തിരിച്ചു കിട്ടും. എന്തെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടോ ആ നഷ്ടപ്പെട്ടത് മുഴുവൻ നിനക്ക് തിരിച്ചു തരും. അപ്പൻ എന്തൊക്കെ കൊടുത്തെന്ന് നമുക്കൊന്ന് വേഗം നോക്കാം. തൻ്റെ മകൻ പോയിട്ട് ഒത്തിരി കാലഘട്ടമായി, എന്നീ മകൻ തിരിച്ചു വരുമെന്നറിയില്ല. ഈ മകൻ പോയിരിക്കുന്നത് മദ്യഷാപ്പിലേക്കാണ് ചിന്തിക്കുക. ഇവിടെ ഇരിക്കുന്നവർ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ ഈ മകൻ പോയിരിക്കുന്നത് മദ്യഷാപ്പിലേക്കാ. പുകവലിക്കുന്നവരുണ്ടെങ്കിൽ അത് പുകവലിക്കുന്ന കേന്ദ്രത്തിലേക്കാ. അശുദ്ധമായി ജീവിക്കുന്നവരുണ്ടെങ്കിൽ അതിലേക്കാ പോയിരിക്കുന്നത്. കേവലം മുടിയനായ പുത്രൻ എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരരുത്. ഞാനും നീയും മുടിയനായ പുത്രനാണ്. ക്രിസ്തുവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ജീവിക്കുന്നെങ്കിൽ എനിക്കും നിനക്കും മുടിയനായ പുത്രന്റെ പേര് കിട്ടിയേ ഒക്കുള്ളൂ. നീ സ്ഥിരമായി മദ്യപിക്കുന്നവനാണെങ്കിൽ നീ അതിൽ നിന്ന് മടങ്ങി വരണം. നിന്റെ ജീവിതം ശരിയല്ലെങ്കിൽ അതിൽ നിന്നും മടങ്ങി വരണം. എന്താണെന്നറിയാമോ? നീ മടങ്ങി വന്നാൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ കേട്ടുകൊള്ളുക. ദീർഘകാലമായി കാണാതിരുന്ന മകനെ അപ്പൻ കണ്ടപ്പോൾ ആദ്യം എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ചു. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യമല്ല പറയുന്നത് കേട്ടോ, പണ്ടത്തെ സാഹചര്യം.
ഒരു കുഞ്ഞിന് ആദ്യം ഉമ്മ കൊടുക്കുന്ന ആരാന്നറിയോ? ജനിച്ചു വീണ ഒരു കുഞ്ഞിന് ആദ്യം ഉമ്മ കൊടുക്കുന്ന ആരാന്നറിയോ? ആരാ? അമ്മയൊന്നുമല്ല, ചുമ്മാ പറയാം. പ്രസവിച്ച സ്ത്രീകൾ പറയട്ടെ, അമ്മയല്ല, അപ്പനെ ഉമ്മ കൊടുക്കത്തുള്ളൂ. ഈ കൊച്ചിനെ അമ്മയൊന്ന് കാണിക്കും, ആണാണോ പെണ്ണാണോ. ആദ്യം കൊച്ചിൻ്റെ മുഖത്ത് നോക്കും, പിന്നെ അത് ആണാണോ പെണ്ണാണോ എന്ന് നോക്കും. പിന്നെ നേരെ ഈ കൊച്ചിനെ എങ്ങോട്ട് കൊണ്ടുപോകും? അപ്പൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. അപ്പനാണ് ആദ്യം കൊച്ചിനുമ്മ കൊടുക്കുന്നത്. ആണാണേലും പെണ്ണാണേലും അപ്പനാണ് ആദ്യം. പണ്ടത്തേതാണ്, ഇപ്പോഴത്തേതല്ല. ഇപ്പോൾ എല്ലാം ആശുപത്രിയിലല്ലേ, ഇപ്പം പ്രസവം ഇല്ലല്ലോ, പ്രസവം ഔട്ട് ഓഫ് ഫാഷനാണ് ഇപ്പം. പിന്നെ സിസേറിയനാണ്. അതനുസരിച്ച് എന്താ, അമ്മയ്ക്ക് കൊച്ചിനോട് സ്നേഹമില്ല, കൊച്ചിന് അമ്മയോട് സ്നേഹമില്ല, ഇല്ലേ? കൊച്ചു 15 വയസ്സാകുമ്പോൾ കൊച്ചിൻ്റെ പാട്ടിന് പോവും, അമ്മയുടെ പാട്ടിന് പോവും. സിസേറിയനാണ്. നൊന്ത് പ്രസവിക്കുന്നില്ല, വേദന അറിയുന്നില്ല, അതുകൊണ്ട് കൊച്ചിനോട് പറ്റുമാനമൊന്നുമില്ല. ഞാനൊരു പഴയ മനുഷ്യനായതുകൊണ്ട് പറഞ്ഞിട്ട് ഔട്ട് ഓഫ് ഫാഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് ഉമ്മ കൊടുക്കുന്ന അപ്പനാ. ഈ മുടിയനായ പുത്രനെ അവന് ചുംബനം കൊടുത്തു. പക്ഷെ ആ ചുംബനത്തിൽ ഒരു അർത്ഥശൂന്യതയുണ്ട്. ആദ്യമായി ജനിച്ചു വീണ ഒരു കുഞ്ഞിനൊരു അപ്പൻ ഉമ്മ കൊടുക്കുന്നത് എവിടെ വെച്ചാ? വീടിനുള്ളിൽ വെച്ച. അവന്റെ ഹൃദയം തുറന്ന് ഉമ്മ കൊടുക്കുകയാണ്. പക്ഷെ ഈ ഉമ്മ കൊടുത്തത് എവിടെ വെച്ചാ? വീടിന് പുറത്തു വെച്ച. എന്നാലും അപ്പൻ ഈ ചീഞ്ഞു നാറിയവനെ, എത്ര നാളായി ഇവൻ കുളിച്ചിട്ട് പല്ല് തേച്ചിട്ട് എത്ര കാലമായി, തലിമുടി വളർന്നിരിക്കുന്നു, വേഷം അലക്കിയിട്ട് എത്ര കാലമായി, മുഷിഞ്ഞു നാറുന്ന ഈ ചെറുക്കനെ ഈ അപ്പൻ ആലിംഗനം ചെയ്യും. ഇതെല്ലാം മറന്നിട്ട് ആലിംഗനം ചെയ്യുക. അപ്പനെ അമ്മയെ അനുസരിക്കാത്ത മക്കൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ഓർക്കണം, നിന്റെ അപ്പനും അമ്മയും ഇതുപോലെ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അവർ വാർദ്ധക്യത്തിലെത്തുന്നു പറഞ്ഞ് അവരെ തള്ളിക്കളഞ്ഞാൽ ഉണ്ടല്ലോ, നിനക്കും ഒരു വാർദ്ധക്യമുണ്ട്. അന്ന് നീ 7 പ്രാവശ്യം തള്ളപ്പെടും. നിന്റെ അപ്പനും അമ്മയും എത്രമാത്രം നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നറിയാമോ? പലർക്കും അതറിയത്തില്ല. ഈ പെണ്ണ് കെട്ടിക്കഴിയുമ്പോൾ പെണ്ണു പറയുന്നതനുസരിച്ച് അങ്ങ് പോകും. മനസ്സിലായില്ലേ? പെണ്ണുങ്ങളെ ഞാൻ തിരിച്ചു പറഞ്ഞൊന്നുമില്ല, എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ആളാണ്. പണ്ടായിരുന്നെങ്കിൽ എന്നെ എൻ്റെ പെടലി പോയനെ, യോഹന്നാൻ സ്നാപകനെ പോലെ. കെട്ടിപ്പിടി ചുമ്മ കൊടുത്തു. 1. 2. രണ്ടാമത്തേത് മകന്റെ കുമ്പസാരം കേട്ടു. മകന്റെ കുമ്പസാരം കേട്ടു. മകൻ പറഞ്ഞു, അപ്പാ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ മകൻ അപ്പനോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല. നിങ്ങൾ വേദപുസ്തകം വായിക്കുന്ന തെറ്റിച്ച. ആ മകൻ പറഞ്ഞില്ല. ആ മകൻ പന്നികളുടെ കൂടെ ഇരിക്കുമ്പോൾ അവൻ തീരുമാനമെടുത്തു, ഞാൻ അപ്പന്റെ അടുക്കൽ ചെല്ലും, അപ്പനോട് സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തെന്ന് പറഞ്ഞെന്ന് പറയും. പക്ഷെ ഈ മകൻ വാപൊളിച്ചപ്പോൾ അപ്പൻ അത് തടഞ്ഞു. ഈ മകൻ പറയാൻ പോകുന്നത് എന്താണെന്ന് അപ്പൻ അറിയാം. അപ്പൻ അത് തടഞ്ഞു. കുമ്പസാരം കേട്ടു. ഒരു നല്ല കുമ്പസാരം നടത്തിയാലുണ്ടല്ലോ, ഇപ്പൊ അതിനെക്കുറിച്ച് അർത്ഥശൂന്യതകളൊക്കെ ഉണ്ട്, അത് പോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്തിന്റെ വഴികൾ അങ്ങനെ പോട്ടെ. ആത്മാർത്ഥമായ ഒരു നല്ല കുമ്പസാരം അത് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും. 2. മൂന്നാമത്തത് എന്താ? മേൽത്തരമായ അങ്കി കൊടുത്തു. മുഷിഞ്ഞ വസ്ത്രമൊക്കെ മാറ്റി. അത് മാമോദീസയുടെ വസ്ത്രമാണ്, പ്രകാശത്തിന്റെ വസ്ത്രമാണ്, വിശുദ്ധ കുർബാന അനുഭവത്തിന്റെ വസ്ത്രമാണ്. വിശുദ്ധ കുർബാന അനുഭവിക്കാനായിട്ട് വരുന്ന വസ്ത്രം ഏതാ? മാമോദീസ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം വരാൻ. ഇപ്പം പാഷം പരേഡിലാണ് വരുന്നത്, ഇല്ലേ? ഇന്നലെ കല്യാൺസിന്ന് മേടിച്ചത്, പുളിമൂട്ടിൽ നിന്ന് മേടിച്ചത് ഇന്ന് പള്ളി പ്രദർശിപ്പിക്കുന്നു. കുർബാന അനുഭവിക്കാൻ പോകുമ്പോൾ എല്ലാവരും കാണും, കാരണം ഫ്രണ്ടിൽ വരാമല്ലോ. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ കരയും അതിൻ്റെ നാൽക്കണ്ടിയും കീഴ്ക്കണ്ടിയും ഒക്കെ എല്ലാവർക്കും കാണാൻ സാധിക്കുമല്ലോ. അത് തെറ്റാണ്. വിശുദ്ധ കുർബാന അനുഭവത്തിലൊരു വസ്ത്രമുണ്ട്. നശിച്ച മകന് ഈ അപ്പൻ കൊടുത്ത അനുഗ്രഹത്തിന്റെ വസ്ത്രം, പ്രകാശത്തിന്റെ വസ്ത്രം, വെണ്മയുടെ വസ്ത്രം, വിശുദ്ധന്മാരുടെ വസ്ത്രം, സ്വർഗീയ വസ്ത്രം, ഇതെല്ലാം വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ മകൻ ഇത് കൊടുത്തു. അവൻ തിരിച്ചു വന്നപ്പോൾ ആരാധനയ്ക്ക് വീണ്ടും അവന്റെ കൈക്കൊരു മോതിരം കൊടുത്തു. കൈക്ക് എന്താ മോതിരം? നീ എൻ്റെ സ്വന്തമാണ്. മോതിരം ഇട്ട് കഴിഞ്ഞാൽ നീ ആരുടെ അല്ല, എൻ്റെ സ്വന്തമാണ്. മനസ്സിലായില്ലേ? സ്വന്തമാണ്, എൻ്റെ സ്വന്തമാണ്. നാം ആരുടെ സ്വന്തമാണ്? മോതിരം എന്താ? മോതിരം ഏതാ? ആണ്ട കിടക്കുന്നു, എല്ലാവരും മോതിരം പൊക്കി കാണിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സ്വന്തമാണ് ഞാനെന്ന് പറയുന്ന മോതിരം ഏതാ മോതിരം? അയ്യോ,
ശരീരരക്തങ്ങൾ ഇല്ലേ? വിവാഹ ശുശ്രൂഷയുടെ പാട്ടിന് അതിൽ പറയുന്നില്ലേ? ഇല്ലേ? രക്തശരീരങ്ങൾ മോതിരമായി നൽകിയെന്നാ പറയുന്നല്ലേ? അല്ലേ? മോതിരമായി രക്തശരീരം നൽകി. നമുക്ക് മോതിരമുണ്ട്, അത് ഇട്ടുകൊണ്ട് നടക്കണമെന്നില്ല. അത് ശരീരരക്തങ്ങളായി നമ്മുടെ ഉള്ളിലുണ്ട്. വീണ്ടും അവൻ അനുഗ്രഹം കൊടുത്തു. മടങ്ങി വന്നപ്പോൾ എന്താണ്? കാലിന് ചെരിപ്പ്. സുവിശേഷമാണ്. നീ ഭൂമിയിൽ ബന്ധിക്കരുത്. ദൈവത്തിൻ്റെ വചനം നിന്നിലുള്ളത് കൊണ്ട് നീ ഭൂമിയോട് ബന്ധമില്ലാതെ ജീവിക്കണം എന്ന് അനുശാസിക്കുകയാണ്. വീണ്ടും സമയം പരിമിതമായതുകൊണ്ട് പറയട്ടെ, മേൽത്തരമായ ഭക്ഷണം കൊടുത്തു. അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചു. അവൻ്റെ കൈക്ക് പിടിച്ച് അവൻ്റെ വീട്ടിലേക്ക് അവനെ കൊണ്ടുപോയി ഗൃഹപ്രവേശനം നടത്തി. ഇല്ലേ? മകനെ കൈക്ക് പിടിച്ച്, അപ്പം മുന്നേ കയറി മോൻ പുറകിനല്ല വന്നത്, അവൻ്റെ കൈക്ക് പിടിച്ചിട്ട് അവൻ്റെ വീട്ടിലേക്ക് അവനെ കൊണ്ടുപോയി. അപ്പന്റെ കൈ തൊടാതെ, അപ്പന്റെ അനുഗ്രഹം വാങ്ങിക്കാതെ ഈ മകൻ ഒരിക്കൽ മടങ്ങിപ്പോയോ, വീട് വിട്ടുപോയോ? അതേ മകനെ അപ്പൻ അവന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. പവിത്രമായ ഒരു ഗൃഹപ്രവേശനം നടത്തുകയാണ്. അവസാനമായി മേൽത്തരമായ ഭക്ഷണം, വിശുദ്ധ കുർബാന കൊടുത്തു. മടങ്ങി വരണം പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ പലരും മടങ്ങി വരാനായിട്ടുള്ളവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ, പുകവലിക്കുന്നവരുണ്ടെങ്കിൽ, കുടുംബത്തിൽ സമാധാനം കൊടുക്കാതെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അത് തിരുത്തണം. നിങ്ങൾ മടങ്ങി വരണം. മടങ്ങി വന്നാൽ അനുഗ്രഹം 10 മടങ്ങാണ്. ആ വലിയ സത്യം നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. BC 6-ാം നൂറ്റാണ്ടിൽ ഇരമ്യാ പ്രവാചകൻ പ്രവാസത്തിലേക്ക് പോകുന്ന തൻ്റെ ജനത്തോട് അരുൾ ചെയ്തു. എന്താണ്? നിങ്ങൾ ഒരിക്കൽ പ്രവാസത്തിലേക്ക് പോകും. അവിടെ നിങ്ങൾ ദൈവമില്ലാതെ, ഭക്ഷണമില്ലാതെ, നാഥനില്ലാതെ, ആത്മീയതയില്ലാതെ, ആരാധനയില്ലാതെ, ന്യായപ്രമാണമില്ലാതെ ഒരിക്കൽ നിങ്ങൾ കഴിയും. നിങ്ങളെ അടിച്ചമർത്തും, നിങ്ങൾ അയ്യം വിളിക്കും. പക്ഷെ ഒരിക്കൽ നിങ്ങളെ വിടുവിക്കുവാൻ ദൈവം വരും. അപ്പോൾ നിങ്ങൾ ഓർക്കണം, തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന വഴിത്താരയിൽ അടയാളം വെക്കണം. 2, വഴിത്താര ശ്രദ്ധിച്ചു നോക്കണം. 3, നീ ആഗ്രഹിക്കണം. എന്ത്? അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോരാൻ. നമുക്ക് തലവണക്കം ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കേട്ട വചനങ്ങൾ കർത്താവേ നിന്നിൽ നിന്ന് ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യ ശബ്ദവും ഇവിടെ കേട്ടിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം അത്ര ശക്തമായി ഞങ്ങളെ കേൾപ്പിച്ചിരിക്കുന്നു. ആ വചനം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അർത്ഥസമ്പുഷ്ടമാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥികതകളെ തിരിച്ചറിയുവാൻ ഈ ശബ്ദം ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയനാഥനായ കർത്താവേ, ഒഴിഞ്ഞവരായി ഞങ്ങൾ കടന്നു വന്നു. ആത്മാവിൽ നിറഞ്ഞവരായി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുവാൻ ഇന്നു മുതൽ എൻ്റെ കുടുംബത്തിന്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ തലമുറയ്ക്ക്, എൻ്റെ സഭയ്ക്ക്, എൻ്റെ സമൂഹത്തിന് ഞാൻ ഒരു അടയാളമായി മാറ്റപ്പെടുവാൻ, ക്രിസ്തുവിലേക്ക് ഒരു ചൂണ്ടുവിരലായി മാറ്റപ്പെടുവാൻ, എൻ്റെ വഴിത്താരയിൽ ഞാൻ തന്നെ വിളങ്ങുവാൻ അപ്പാ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ ലോക ജീവിതത്തിൽ വഴിത്താരയുടെ 3 ഭാഗങ്ങളും നോക്കി ജീവിക്കുവാൻ, പിൻകാല ജീവിതവും ഇന്നത്തെ ജീവിതവും മുൻകാലത്തെ അനുഗ്രഹവും മനസ്സിലാക്കുവാൻ ഞങ്ങളെല്ലാം സഹായിക്കണമേ. നഷ്ടപ്പെട്ട സർവ അനുഗ്രഹങ്ങളും മടക്കിത്തരുവാൻ കഴിവുള്ള പിതാവേ, അവിടുന്ന് പുത്രനെ സ്നേഹിച്ച് ചുംബിച്ച് അവനെ നഷ്ടപ്പെടുത്തിയതെല്ലാം തിരികെ കൊടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സ്വാർത്ഥത മൂലം, ഞങ്ങളുടെ അഹങ്കാരം മൂലം, ഞങ്ങളുടെ അനുസരണമില്ലായ്മ മൂലം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയതെല്ലാം അവിടുന്ന് തിരിച്ചു തരണമേ. അത് തിരിച്ചു ലഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമാതാവിൻ്റെയും 12 അപ്പോസ്തലന്മാരുടെയും വിശേഷാൽ ഗീവർഗീസ് സഹോദരന്മാരുടെയും പരിമലമാർ ഗ്രിഗോറിയോസിൻ്റെയും മോർ ദിവനാസിയോസിൻ്റെയും മോർ ബെസേലിയോസിൻ്റെയും എല്ലാ പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥ പ്രാർത്ഥനയാലും അപേക്ഷയാലും ഇതെല്ലാം സാധിക്കപ്പെടുവാൻ സംഗതിയാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഒരു വാക്ക് നന്ദി സൂചിപ്പിക്കുകയാണ്. കാരണം ഞാനൊരു ആശങ്കയോടാണ് ഇവിടെ വന്നത്. ഞാൻ അച്ഛനോട് വിളിച്ചു ചോദിച്ചു, അച്ഛോ ഇതൊരു മോറാനായ പെരുന്നാൾ കഴിയുമ്പോൾ ഇവിടെ എന്ത് ആൾക്കാർ വരും? ഞാൻ ചുമ്മാതെ വന്നെന്ന് പ്രസംഗിച്ചിട്ട് പോകണ്ടേ അച്ഛൻ? എനിക്ക് സന്തോഷം തോന്നിയത് ഇത്രയും മാത്രം ആൾക്കാർ
മിഴിവെട്ടാതെ ഈ 1 മണിക്കൂർ 20 മിനിറ്റ് സമയം ഇവിടെ ശ്രദ്ധിച്ചിരുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഈ പുതുപ്പള്ളി പള്ളിയിലാണ് പലപ്പോഴും എൻ്റെ പല പ്രസംഗങ്ങളുടെയും രംഗപ്രവേശന വേദി എന്ന് പറയുന്നത്. ഈ സംരംഭത്തിലേക്ക് ഈ നല്ല ദിവസം ബലഹീനായ എന്നെ ക്ഷണിച്ച വന്യ വൈദിക ശ്രേഷ്ഠരോടുള്ള ഹൃദയപൂർവമായ നന്ദിയും സ്നേഹവും ഒരു വാക്കിൽ സമർപ്പിക്കുന്നു. ദൈവം ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പരസ്പരം പ്രാർത്ഥനയിൽ എല്ലാവരും ഓർക്കണം. വിശേഷിച്ച് വൈദിക ഗണത്തെ മുഴുവനും നിങ്ങൾ രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി ഓർക്കണം. പരിശുദ്ധാത്മ വ്യാപരണം ഓരോ വൈദികരിലും ശക്തീകരിക്കുവാൻ, ലോകത്ത് സാക്ഷികളായി ജീവിപ്പാൻ ഓരോ വൈദികർക്കും സഹായം ദൈവം നൽകുവാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. തമ്പുരാൻ ഏവരെയും അനുഗ്രഹിക്കണം.